കോളേജിലെ അവസാനത്തെ കുറച്ച് ദിവസങ്ങളാണ്. കുറേ സാധനങ്ങളോട് പൊക്കി എടുത്തോണ്ട് പോകാനുണ്ട്. ഞങ്ങൾ ബോക്സ് എല്ലാം തിരിച്ചു കൊണ്ടുവന്ന് ഇനിയിപ്പോൾ അതെല്ലാം കൊണ്ടുപോകണം. നമുക്ക് ഇതൊക്കെ കഴിക്കാൻ പോകണം. എന്തൊക്കെ പരിപാടി. Where we are going? For what? കഴിക്കണോ പഠിക്കണോ ഫോണിൽ കുത്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആർക്കും അറിയത്തില്ല. ഞങ്ങൾ ഞാൻ ഇന്ന് വ്ളോഗ് എടുക്കാൻ പ്ലാനൊക്കെ ചെയ്തിരുന്നപ്പോഴത്തേക്കും രാവിലെ കുറച്ചെടുത്തിട്ട് ഞാൻ ഉച്ചയായപ്പോൾ മറന്നു ഈ വ്ളോഗ് എടുക്കാൻ. പിന്നെയാണ് ക്ലാസ് ഇങ്ങനെ ഇരുന്ന് ഓരോന്നിങ്ങനെ ആലോചിച്ചിരുന്നപ്പോഴാണ് ഓർത്തത് ഞാൻ വ്ളോഗ് എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നല്ലോ എന്നിങ്ങനെ ആലോചിച്ചു. പിന്നെ വിചാരിച്ച് ബാക്കിയെടുക്കാം. ഞങ്ങൾ റീലെടുക്കാൻ വന്നേ റീല് അല്ലേ, അവളെ റീല് നമുക്കതെടുക്കാമെന്ന് പറഞ്ഞാൽ ഞങ്ങൾ വിളിച്ച് ഞങ്ങൾക്ക് എടുക്കാമെന്ന്. ഞങ്ങളിപ്പോൾ ഞങ്ങളുടെ കോളേജിൻ്റെ കോളേജിലെ ഹോസ്റ്റലിൻ്റെ ടെറസിൽ രണ്ടും കൂടെ ഇതായതുകൊണ്ട് ഒരു അടുത്തടുത്തല്ലേ. ഇത് കഴിഞ്ഞാൽ അപ്പുറത്ത് കഴിഞ്ഞാൽ അത് കോളേജിൻ്റെ ടെറസാണ്. ഞാൻ അവിടെ നിന്ന് അപ്പുറം കാണിച്ചു തരാം. കണ്ട അപ്പുറത്തെ ഹോസ്റ്റല്, അതിൻ്റെ അപ്പുറത്ത് ലക്ഷ്മിയുടെ കോളേജ്. ഇതാണ് ഞങ്ങളുടെ ഗ്രൗണ്ട്. എന്നും ഇപ്പോൾ ക്ലാസ്സിൽ പോകാൻ ലേറ്റ് അതുകൊണ്ട് ഇറങ്ങുമ്പം വീഡിയോ എടുക്കാനുള്ള ഒരു നേരം. കോളേജിൽ തന്നെ അങ്ങനെ വീഡിയോസ് വ്ളോഗ് എടുക്കാൻ പറ്റത്തില്ല. വന്നപ്പോൾ താണ്ട് 2 മുട്ട ഇത് കഴിക്കട്ടെന്ന്. ഡെയിലി എന്ന് പറയുമ്പോൾ ഒരു പണിയില്ല സത്യം പറഞ്ഞാൽ, വെറുതെ ഇരിപ്പാണ് ഞങ്ങളുടെ പണി. ഒന്നും കാണത്തില്ല പ്രത്യേകിച്ച്. ഇങ്ങനെ വരുന്നു, കഴിക്കുന്നു, റീൽ കാണുന്നു. പ്രാക്ടിക്കലായതുകൊണ്ട് അതിന് വേണ്ടി കുറച്ച് എന്തെങ്കിലും നോക്കുന്നു. നമ്മൾ നോക്കാറില്ല, ക്ലാസ്സിൽ ചെന്നാൽ നോക്കും. ഇവിടെ വെച്ചൊന്നും നോക്കില്ല. ഇനി വെറും 2 ദിവസം കൂടെ ഞങ്ങൾക്ക് പ്രാക്ടിക്കൽ. പെട്ടെന്ന് ആ പ്രാക്ടിക്കൽ തീരും. കാരണം 12-ാം തീയതി 14-ന് മാറ്റി വെക്കുമെന്നൊരു ഡൗട്ട്. കാരണം ഏത് പ്രാക്ടിക്കലിനടി വോട്ട് ഇടുന്ന ദിവസമാണ് ഇവിടെ. വോട്ട് ഇടുന്ന ദിവസമായതുകൊണ്ട് ഇവിടെ ചിലപ്പോൾ മാറ്റുമെന്നൊരു ഡൗട്ടുണ്ട്. ഇനി കുറച്ച് നേരം ഇരുന്ന് റീല് കാണണം. ക്ലാസ്സിൽ നിന്ന് ഭയങ്കര ഉറക്കമായിരുന്നു. ഉച്ചയ്ക്ക് എന്നാൽ നല്ല ഉറക്കമായിരുന്നു. കഴിച്ചിട്ടും കൂടെ പോകുന്നുണ്ട്. ഉച്ചയ്ക്ക് നല്ലതായിരുന്നു മറ്റേ ക്യാരറ്റിൻ്റെയൊക്കെ കറിയാണ്. പ്രത്യേകിച്ച് ഒന്നുമില്ല എൻ്റെ കാണിച്ചു വെറുതെ പോകും. എന്നാലും സീനിയേഴ്സ് പോകുന്നുള്ളതുകൊണ്ട് അവർ ഞങ്ങൾക്ക് തന്നെ ഞങ്ങൾ അവർക്ക് ഫെയർവെല്ലൊക്കെ കൊടുത്തില്ല. അപ്പോൾ നീ എന്തോ കാണിച്ചോണ്ടിരിക്കണേ? ചുമ്മായോ കാശ് കൊടുത്ത് മേടിച്ചത് പിന്നെ എല്ലാവർക്കും സാധനം. ഫ്രൂട്ടി എനിക്ക് വലിയ താല്പര്യമില്ല, എന്നാലും കുഴപ്പമില്ലാതെ കുടിക്കും. ഞാൻ കുടിക്കും, പക്ഷെ ഞാൻ കൊടുക്കൂലല്ലോ. അതാണ് നമ്മളുടെ. അതാണ് ഞാൻ എന്തും കഴിക്കുമെന്ന് അറിയുന്നത്. എന്തും കഴിക്കും, പക്ഷെ കൂടുതൽ താല്പര്യക്കുറവാണ്. ബൈ പറ. ഞങ്ങൾ പോകാനുള്ള ഡേറ്റ് എല്ലാം വെട്ടി വെച്ച് നോക്കിയത് ഡിസംബറായി. ഇപ്പം ഇത്രയായി. ഇവിടെ വരെ ഇന്ന് 10 ആയില്ലേ, 10 വെട്ടി. ഇന്ന് 9 ആയുള്ളൂ. അപ്പോൾ 10 ആയി. ഓ കഴിവുള്ളവർ നേരത്തെ വെട്ടി വെച്ച 10. ഞാൻ വെട്ടും. ഇത് നമ്മളെ പണ്ട് നമ്മളിതുപോലെ എഴുതി വെട്ടുവാണ്, കലണ്ടർ ഇല്ലാത്തതുകൊണ്ട്. ഈ വർഷം പോയിട്ട് വന്നപ്പോൾ ഞാൻ കലണ്ടർ കൊണ്ടുവന്നു. ഇത് പിന്നെ വെട്ടി ഇത്രയൊക്കെയാണ്. ഇത് കുറവാണ്. ഇതിൽ കലണ്ടറിൽ എല്ലാ നമ്പേഴ്സും ഉണ്ടല്ലോ. സോ ഞങ്ങളിതിൽ വെട്ടി. അവളുടെ ഫോട്ടോയിൽ ലൈക്ക് അടിച്ചു പോലും. അപ്പം ലൈക്ക് അടിച്ചത് എന്താ വെച്ചാൽ വെച്ചിട്ടോളാം. ലൈക്ക് അടിച്ചത് കൊണ്ട് മറന്നു. ലൈക്ക് അടിച്ചോണ്ട് ഡ്രസ്സ് വാങ്ങിക്കാൻ ഞാൻ കഴിച്ചിട്ട് പോയി വന്നതേ ഉള്ളൂ. ഞാൻ എൻ്റെ പൈസ കാവലിരുത്താൻ വേണ്ടി കൊടുത്തു വിട്ടെ. കാരണം ഇവിടെ പാറ്റശല്യമാണല്ലോ, പാറ്റശല്യം. പൈസ ഒന്ന് സ്വീറ്റ്, വ്യാഴാഴ്ചത്തെ സ്വീറ്റ്, തേഴ്സ്ഡേ സ്വീറ്റ്. അയ്യോ ഇപ്പൊ നല്ലേ കേറി വന്നതേ ഉള്ളൂ. അപ്പൊ ഒരു പായസം എടുത്തോണ്ട് വന്നു. എനിക്കാണ് ഇവിടുത്തെ വലിയ പാട്ടുകൾ ഓടി ചത്തത് കൊണ്ട് താഴത്തിൽ എല്ലാം ഉണ്ടായിരുന്നു അതിനകത്ത്. ഇവിടെ പായസമൊക്കെ ഉണ്ടാകുന്ന നന്നായിട്ട്. പക്ഷെ ഇന്നും ഇതിനകത്തുള്ള ഈ ഒരു സംഭവം ഉണ്ട്. മറ്റേ എന്തോ അശ്വതി മറ്റേ ബബിള് പോലെ ഇരിക്കുന്ന സംഭവം ഇല്ലേ, ചൊവ്വ. ആ സംഭവം എന്തേ വെന്തിട്ടിട്ടില്ല ഇന്നിപ്പം.
ഒരു പതിയ അതാണെങ്കിൽ ഇപ്പോൾ വെന്തിട്ടില്ലല്ലേ ആ ചൗവരി. പ്രാവശ്യം വെന്തില്ല. ഇന്ന് ആദ്യമായിട്ടാണ് ഇത് വേവാതെ കിട്ടിയത്. സാധാരണ വേവണം. അതുകൊണ്ട് നല്ല വെളുത്തിരിക്കുക. പിന്നെ എല്ലാവരും ഞാൻ ഈ കുർത്തി ഇട്ടതിന് നല്ല കോംപ്ലിമെന്റ്സ് പറഞ്ഞറിയാം. എല്ലാവരും നല്ല കുറച്ച് പേര്. ഞാൻ പിന്നെ വല്ല കാണിച്ചു തരാം. ഇതെൻ്റെ അമ്മ എനിക്ക് തയ്ച്ചു തന്ന ഡ്രസ്സാണ്. കുറേ നാളായി വാങ്ങിച്ച മീൻസ് തയ്ച്ച ടൈമിൽ ഇവിടെ കൊണ്ടുവന്നപ്പോൾ ഞാൻ ഇട്ടിട്ടുണ്ട് 1-2 വർഷം. പിന്നെ ഇപ്പോഴാണ് ഞാൻ ഇടുന്നത്. എല്ലാവരും മനെ ചേരുന്നുണ്ട്. പിന്നെ നാളെ പ്രാക്ടിക്കൽ എക്സാം ഇതാവും. ഓ സന്തോഷം ലക്ഷമൊക്കെ വന്നിട്ട് എടുത്തിട്ടില്ല. തന്നെ ഇവരുടെ അവസാനത്തെ ചായ. ഇനി ഇവിടെ ചായ കുടിക്കാൻ വരൂല. ടാറ്റ ടാറ്റ ടാറ്റ. ചേച്ചി ചായ കുടിക്കല്ലേ? അല്ല ഇൻവെർട്ടർ. ചേച്ചിയുടെ ക്ലാസ്സിൽ ഞാൻ ചായ കുടിക്കണം. ചേച്ചിക്ക് ചായ വേണ്ട. വിഷമമുണ്ടോ? പോകുന്നതിൽ വിഷമമുണ്ടോ? ഇല്ലല്ലേ? ഇല്ലല്ലേ? വിട്ടു പിരിയുന്നതിൽ വിഷമമുണ്ടെന്ന് നിങ്ങളെ വിട്ടു പിരിയുന്ന ഇവിടെ നിങ്ങളെ ബിസ്ക്കറ്റ് ഉണ്ട്. ഞാൻ നിന്നെ ക്യാമറ കാണിക്കുന്നത് കുഴപ്പമുണ്ടോ? പബ്ലിസിറ്റി ഇഷ്ടമാണോ? അങ്ങനെ ഇതാണ് ഞങ്ങളുടെ ജൂനിയർ. അവൾ എന്നെക്കാളും വലിയ ഇൻവെർട്ടർ. ഞാൻ ബിസ്ക്കറ്റ് മേടിച്ചു തരാം. എല്ലാവരും നോക്കണമായിരിക്കും. ബിസ്ക്കറ്റ് ഇട്ടുകൊണ്ട് ചേച്ചി, അശ്വതി, ജൂനിയർ, ഐശ്വര്യ, ആൻസി, ഞാൻ ഇവിടെ ചേച്ചി. എനിക്ക് ബാക്ക്ഗ്രൗണ്ട് ഇഷ്ടമില്ല. കുഴപ്പമില്ല. അതെ ചായ എനിക്ക് ബാക്ക്ഗ്രൗണ്ട് മേടിച്ച ഭയങ്കര ഇൻവെർട്ടറാണ് ഞാൻ സത്യം പറഞ്ഞു. നമ്മളിന്ന് ബിസ്ക്കറ്റ് കഴിക്കാൻ പോവാണ്. കാര്യം പറഞ്ഞില്ല. നീ വീട്ടിൽ പോയിട്ട് ഇതേ പണി. അതെ ഞങ്ങളുടെ തങ്കപ്പെട്ട ജൂനിയേഴ്സിനെ വിട്ടു പോകുന്നതിൽ ക്യാമറ നോക്കി കണ്ണു എനിക്ക് ഭയങ്കര വിഷമം. ഈ കരച്ചിലൊക്കെ വരുന്നുണ്ട്. പക്ഷെ കരയാൻ പറ്റൂല. വിഷമില്ലല്ലോ. എന്റെ അടി തിരക്ക് അവിടെ വലിയൊരു എക്സ്ട്രോവേർട്ട് ഞങ്ങളുടെ ബക്കറ്റ് തുണിയെല്ലാം സോപ്പൊടി മുക്കി തരും. കഴുകുക, ഉണക്കുക. ഞങ്ങൾ അവിടെ വിരിച്ച് അവിടെ ഉണക്കിട്ടെ. എന്നിട്ട് 1 മാസം കഴിഞ്ഞ് നിങ്ങൾ എന്നാൽ അടുത്ത വർഷം എങ്ങാനും വരുവാണെങ്കിൽ ആ സമയം നിങ്ങൾക്ക് തന്നത്. യൂണിഫോം നമുക്ക് എന്തിനാ ഇവർക്ക് കൊടുത്ത പോരെ യൂണിഫോം നിങ്ങൾക്ക് വരാം. എന്റെ പാന്റ് 2 ഉപയോഗിച്ചിട്ടേ ഇല്ലാത്ത പുതിയ പച്ച യശോദ. നമുക്ക് വീട്ടിൽ കണക്കാടി നോക്കി നോക്കി ഇനി ചേച്ചിയുടെ കയ്യിലായിരിക്കും ഫോണ്. ഞാൻ പിടിച്ചോളാം. ശരിയല്ല. പക്ഷെ ഇവിടെ അല്ലേ ക്യാമറ ഇരിക്കുന്നത്, ഇതിൽ മറയും. അത് കുഴപ്പമില്ല. ടെസ്റ്റ് ചെയ്ത് അവരെ കാണണം. ട്രീസിലവിടെ ഭയങ്കര വെട്ടം. കണ്ടല്ലേ എന്നാ കുടിക്കാൻ വെച്ചാ മുക്കി കുടിക്കും. ഓ അത് വെച്ച് പേടിച്ചാണോ? എനിക്ക് എല്ലാതരം പരിപാടികളും ഉണ്ട് ഇങ്ങനെ. പണ്ട് എൻ്റെ ഒരു ട്യൂഷൻ ടീച്ചറുണ്ട്. എൻ്റെ അവർ മറ്റേ തേയിലയില്ലേ കാപ്പിയിൽ കട്ടൻ കാപ്പിയിൽ മിക്സറൊക്കെ ഇട്ട് കുടിക്കുന്നതാണ്. ഞാനൊക്കെ അന്നൊക്കെ ഏതൊക്കെ വിചാരിച്ചിട്ടുണ്ടാവും. നല്ലൊരു മെമ്മറി ഇതിൽ കൂടെ ഷെയർ ചെയ്യണേ. പണ്ടത്തെ ഓർത്തിരിക്കുന്ന മാർക്കറ്റ് ഇത് കണക്ട് ചെയ്യാൻ പറ്റിയാലോ?
നമ്മളിപ്പോൾ പറഞ്ഞില്ലേ യൂണിഫോം എക്സാം കഴിയുമ്പോൾ ഇടുന്ന പരിപാടി ഇപ്പൊ അത് അങ്ങനെ ചെയ്താന്നല്ല ഓരോ മെമ്മറീസ് ആലോചിച്ച് നോക്കാം. ഉണ്ട് പറ, ഞാൻ വീഡിയോ എടുക്കാം. ഫസ്റ്റ് സാന്ദ്രാജി ആരെങ്കിലും ചോദ്യം ചെയ്യുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ഉത്തരം പറയും. പണ്ടേ വെറുതെ ഇവിടെ വന്നിട്ട് നാളെ ഞങ്ങൾ മെമ്മറി ഉണ്ടോ? ഒരു ടോപ്പിക്കാണ് എന്താ മെൻസസ് നീ CBSE അല്ല, സ്റ്റേറ്റ്. അതിനെപ്പറ്റി ഡിസീസ് കണ്ടീഷനെ എനിക്ക് പ്ലസ് 1 പ്ലസ് 2 ഒക്കെ നല്ലതായിരുന്നു. ആ കൊച്ചോട് ഉണ്ടായിരുന്നു. എടി നാളെ പോയില്ല പിന്നെ ഞാൻ വീഡിയോ എടുത്തോണ്ടിരിക്കുമ്പം ട്രീസ് എന്ത് ഞാൻ ഓൾറെഡി പറയും ബാക്ക്ഗ്രൗണ്ടിൽ മര്യാദയ്ക്ക് സംസാരിക്കാൻ. വീഡിയോ ഓണാക്കാൻ പോകും, മീൻസ് വ്ളോഗ് എടുക്കാൻ പോകുക, അതുകൊണ്ട് മര്യാദയ്ക്ക് സംസാരിക്കണം പറയും. എങ്ങനെ പോലെ ട്രീസയുടെ വാടയൂല. ട്രീസ തുറന്നു കഴിഞ്ഞാൽ സൈഡിൽ നിന്ന് അവളും തുടങ്ങും. രണ്ടും കൂടെ തുടങ്ങുന്നത് എന്താണെന്ന് പറഞ്ഞു തരണ്ടല്ലോ. നമ്മൾ തെറിയാണ് ടൂട്ടിടാനായിരിക്കും അല്ലേ? നമ്മൾ ടൂട്ട് മാത്രമേ പറ്റൂ. ആ, അതാണ് ഞാൻ പറഞ്ഞത്. ഇപ്പോൾ ടൂട്ടു എന്ന് പറഞ്ഞത്. അപ്പം ഞാൻ എന്നാ പിന്നെ വീഡിയോ മൊത്തം ടൂട്ടു ഇട്ടോണ്ടിരിക്കേണ്ട ദിവസം ഞാൻ പറഞ്ഞു ഞാൻ വ്ളോഗ് എടുക്കുമല്ലേ അവൾമാർ ബാക്ക്ഗ്രൗണ്ടിൽ. നീ എന്താ ചോദിച്ചത്? വിളിക്കുന്ന സ്ഥലം ഏതാണോ? അതുപോലെയാണോ ചോദിച്ചത്? സ്ഥലത്തിന്റെ ഇവർ രണ്ടും ഒന്നിച്ചാ. അങ്ങനെ എൻ്റെ പൊന്നെ അവസാനം ഞാൻ ക്യാമറ ഓഫ് ചെയ്ത് വെച്ചിട്ട് പിന്നെ എടുക്കാൻ വോയിസ് ഓവർ കൊടുത്തേക്കണേ. ഞാൻ വോയിസ് ഓവർ കൊടുക്കാം. അതെന്നെ കൊണ്ട് പറ്റുന്നതിനേക്കാളും കഷ്ടമുള്ള പരിപാടിയാണ് ഇത് കട്ട് ചെയ്യുകയും ചെയ്യും. ഞാൻ ഷോർട്സ് എടുക്കുമ്പോൾ മാത്രം വോയിസ് ഓവർ കൊടുക്കാം. പിന്നെ ഞാൻ പോവാന്നൊക്കെ സൈനിക്കോ ബൈ ബൈ. അത് ഞാൻ കറക്റ്റ് കിട്ടിയിട്ടുണ്ട്. ആ, വീഡിയോ എടുക്കാം. പറ വേഗം കുറ്റങ്ങള് ഓരോന്നായി പറയും. ഞങ്ങൾ റൂമിനകത്ത് വരുമ്പോൾ നന്ദി ചേട്ടൻ മിണ്ടത്തില്ലായിരുന്നു. അപ്പോൾ ഇങ്ങനെ പറയാം നന്ദി ചേട്ടൻ കമ്പനിയല്ല ആദ്യത്തെ നമ്മൾ ആദ്യം മര്യാദയ്ക്ക് കുറ്റം എനിക്ക് അങ്ങനെയല്ലായിരുന്നു, എനിക്ക് ഇഷ്ടമായിരുന്നു. പിന്നെ മിണ്ടാത്തോണ്ട് അറിയത്തില്ല നമ്മളെ ഓരോരുത്തരുടെ എക്സ്പീരിയൻസ് ആണ് ഞങ്ങളുടെ എടുക്കുന്നത്. ആദ്യം തൊട്ടുള്ളത് അല്ല വേണ്ട വേണ്ട ഇവിടെ സ്റ്റാർട്ട്. കാരണം ഇവിടെ എന്തെങ്കിലും തുടങ്ങിയാലേ ഇവിടെ വരൂ. ഇവിടെ സ്റ്റാർട്ടിങ് അവർക്ക് കിട്ടും. വന്നപ്പോൾ ഒറ്റയ്ക്കായിരുന്നോണ്ട് ഞാൻ നിങ്ങളുടെ ആ, ഓൾറെഡി കമ്പനി ഉണ്ടായിരുന്നു ചേച്ചിമാരുടെ അടുത്തൊക്കെ കോൾ ഉണ്ടായിരുന്നു. അങ്ങനെ എന്തേ സൈലന്റ് ആയിരുന്നു. എന്നാൽ നമുക്ക് അങ്ങനെ മിണ്ടത്തില്ലായിരുന്നല്ലോ. പക്ഷെ നിന്നോടാണ് ഞങ്ങളത്ര പക്ഷെ എന്നാലും എനിക്ക് അത്ര ചെയ്ത് തോന്നിയില്ല. അത് ഞാൻ ഇത്രയും നാൾ കമ്പനി ആയിട്ട് ഇത്രയും ഇതാക്കാത്തതിൻ്റെ ഒരു ഇതുണ്ട്. നന്ദു തൊട്ട് ഞാൻ ഇവള് നന്ദു ചേച്ചി അന്ന് ഞാൻ നന്ദു ചേച്ചി പാവമായിട്ടാണ് തോന്നിയത് അന്നേരമൊക്കെ. കാരണം ചേച്ചി സൈലന്റ് ആണല്ലോ, അതുകൊണ്ട്. ചേച്ചി പറഞ്ഞിട്ട് കണ്ണെ കരഞ്ഞേക്കില്ലേ, അതുകൊണ്ട് എനിക്ക് ഇഷ്ടമല്ലായിരുന്നു നന്ദന ചേച്ചിനെ. അന്ന് നന്ദന ചേച്ചി എന്നോട് സംസാരിച്ച് ഒരുമാതിരി ദേഷ്യപ്പെട്ടു. അതുകൊണ്ട് എനിക്ക് വലിയ ഇഷ്ടമൊന്നുമില്ലായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ ആണെങ്കിലേ ഞാൻ പറഞ്ഞോ എന്നെ പറ്റി എങ്ങനെ പറയുന്നത് അറിയാന്നെ പിന്നെ ചേച്ചിക്ക് എനിക്ക് ഇഷ്ടമല്ലായിരുന്നു. കാരണം ഒരുമാതിരി ഒരു രസമൊന്നും ഇല്ല. ചുമ്മാ ഒരുമാതിരി ദേഷ്യപ്പെട്ട് ഭയങ്കര അങ്ങനെ. എനിക്ക് അതുകൊണ്ടാണ് ഇഷ്ടം. മീൻസ് ഈ ഹെയർ എനിക്ക് എന്തൊക്കെയോ കൊണ്ട് ഇഷ്ടമാണ്. ലൈക്ക് ഫുള്ളും എന്താ എനിക്കറിഞ്ഞൂടെ എക്സ്പ്ലെയിൻ ചെയ്യാൻ. എനിക്ക് പറയുന്നത് സ്വഭാവം സംസാരിക്കുന്ന രീതിയെ ഭയങ്കര ദേഷ്യപ്പെട്ടു. ഒരുമാതിരി ഭയങ്കര എന്താ ഭയങ്കര ഷോയൊക്കെ ഭയങ്കര സീനിയർ ആണ്. അങ്ങനെയൊന്നുമില്ല. ബട്ട് എന്താ പറയുക ഒരുമാതിരി ഒരു ശ്രദ്ധ. പക്ഷെ പിന്നെ ആണെങ്കിൽ ഡോണ ചേച്ചി പിന്നെ നിങ്ങൾ 3 പേരും സഹായിച്ചില്ലെങ്കിൽ ചേച്ചി ഞങ്ങൾ ഹെൽപ്പ് ചെയ്യുമോ ആ ഒരു പ്രതീക്ഷ ഹെൽപ്പ് ചെയ്യും ഒരു പ്രതീക്ഷ ഇല്ലടി ഇത് പൊട്ടൂല. എത്ര അടിച്ചാലും തലയിൽ കയറും. ഇത് പൊട്ടൂല എത്ര അടിച്ചാലും തലയിലെങ്കിൽ ഇരുന്നോളൂ. അതുകൊണ്ട് എനിക്ക് ഇഷ്ടമല്ല. പിന്നെ ഡോണ ചേച്ചി കഴിഞ്ഞ് നമ്മൾ ഹെൽപ്പ് ചെയ്യുന്നൊക്കെ ഉള്ളത് കൊണ്ട് നിങ്ങൾ പിന്നെ ഹെൽപ്പ് ചെയ്ത് ചേച്ചി ഹെൽപ്പ് ചെയ്യും, നമ്മുടെ കൂടെ നിൽക്കും, ആ ഒരു ഇതൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അത് ഞങ്ങൾ മേഘ ചേച്ചിയോട് സംസാരിക്കുമ്പോൾ നിങ്ങൾക്ക് പിന്നെ ഇഷ്ടമല്ലല്ലോ. നിങ്ങൾ സംസാരിക്കാത്തതുകൊണ്ടാണ് ഞങ്ങൾ പിന്നെ നമ്മളോട് സംസാരിക്കുന്നവരോട് ഞങ്ങൾ സംസാരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഒന്നേരം ജലസടിച്ചു എന്നിട്ട് നിങ്ങൾ ആ കാര്യം പറയാം. മേഘ ചേച്ചി സംസാരിക്കുന്ന എനിക്ക് ഇഷ്ടമല്ല. അപ്പം ഞങ്ങൾ പലതവണ പറഞ്ഞിട്ടുണ്ട്
ഇപ്പം നിങ്ങൾക്ക് സംസാരിക്കാൻ വയ്യാത്തോടെ ഞങ്ങൾ അവരുടെ തന്നെ അതിൽ കുറ്റമില്ല. അതിൽ ഞങ്ങളെ ഭാഗത്ത് ഒരു കുറ്റമില്ല. നിങ്ങൾ മര്യാദയ്ക്ക് ഞങ്ങളുടെ അടുത്ത് മര്യാദ പോലെ തുടക്കം തൊട്ട് നിന്ന് ഞങ്ങൾ ഒരിക്കലും മേഘചേച്ചിയുടെ ഇത് പോകില്ല. കാരണം മീൻസ് നമ്മളെ ഒരു വിഷമ സമയത്ത് നമ്മൾ ആരാണോ സഹായിക്കുന്നത് നമ്മൾ അവരുമായിട്ടാണ് കൂടുതലും അറ്റാച്ച്മെന്റ് കാണിക്കുന്നത്. എൻ്റെ ഒരു ഭാഗത്ത് നിന്ന് നോക്കുമ്പോൾ ഞാൻ കൂടുതൽ അറ്റാച്ച്മെന്റ് കാണിച്ചത് അതുകൊണ്ട് എൻ്റെ മീൻസ് ഞാൻ ഒറ്റയ്ക്ക് ഇരുന്ന സമയത്ത് എനിക്ക് മേഘചേച്ചി മാത്രം ഉണ്ടല്ലോ എന്നെ ഇമോഷണലി ഒന്ന് സപ്പോർട്ട് ചെയ്യാനോ അല്ലെങ്കിൽ കൂടെ ഉണ്ട് ആരെങ്കിലും ഈ ഹോസ്റ്റലിൽ ഉണ്ടെന്ന് എനിക്ക് തോന്നിച്ച മേഘചേച്ചി മാത്രം ഉണ്ടെന്ന്. അതുകൊണ്ടാണ് കൂടുതലും മേഘചേച്ചി എന്ന് പറഞ്ഞാൽ എനിക്ക് ഒരു ചേച്ചിയുടെ സ്ഥാനത്ത് ആ ചേച്ചി അതുപോലെ ഞാൻ നിന്നതും സംസാരിക്കുന്ന രീതിയാലും എല്ലാം അങ്ങനെയാണ്. അതുകൊണ്ട് നമ്മൾ അല്ല മീൻസ് മിണ്ടാണ്ടായതല്ലാതെ എനിക്ക് അവിടെ നിന്ന് നെഗറ്റീവായിട്ടൊന്നും കിട്ടിയിട്ടില്ല. ഹോണസ്റ്റായിട്ട് പറയാം, നമുക്കിപ്പോൾ ആരെയും മനസ്സ് വായിക്കാൻ പറ്റില്ല. ഇപ്പോൾ ചേച്ചിമാരിപ്പം മിണ്ടാത്തതിന് നമുക്ക് നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾ ഇതുകൊണ്ടാണ് മിണ്ടാത്തല്ല അത് ഇങ്ങനത്തെ റീസൺ നമുക്ക് പറയാൻ പറ്റില്ല. ഇപ്പോൾ ചേച്ചിമാർ നമ്മൾ എന്ത് ഇങ്ങനെ കാണിക്കുന്നത് വെച്ചാൽ ആർക്കും ആരുടെയും മനസ്സ് റീഡ് ചെയ്യാൻ പറ്റാത്ത നമ്മൾ അങ്ങനെ നിങ്ങളല്ലേ കാണിക്കേണ്ടത്, ഞങ്ങളെ കാണിച്ചോണ്ട് നിങ്ങളെപ്പറ്റി ആദ്യം ഇങ്ങനെ വഴക്ക് പറഞ്ഞുകൊണ്ട് പിന്നെ ഒരു ഇതുണ്ടായിരുന്നു. പിന്നെ കഴിഞ്ഞ് പിന്നെ കണ്ട് മിണ്ടി സംസാരിച്ചു പിന്നെ കേസ് വന്നില്ലായിരുന്നു. അതൊക്കെ വന്ന് പിന്നെ വേറെ എന്തെങ്കിലും അടിക്കും അല്ല അതുകൊണ്ട് എനിക്ക് ചേച്ചി ഇഷ്ടമായിരുന്നു. പിന്നെ നിങ്ങളെ ഇനി ഞാൻ ഞങ്ങൾ മൂന്നിനെ കിട്ടുന്ന നേരെ എനിക്ക് ഒരു കാര്യം എനിക്ക് ഓർമ്മ വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾക്കിവിടെ ഷോർട്സും ഇടാൻ പാടില്ല എന്നൊക്കെ നിങ്ങൾ പറഞ്ഞിട്ടില്ലേ. അന്നേരം ഞാൻ കണ്ടിട്ടുണ്ട് നമ്മൾ നന്ദന ചേച്ചി ഷോർട്സ് ഇത്രയുള്ള ഷോർട്സ് ഇവിടെ മെസ്സി വന്നിട്ട് ചാടിച്ചിട്ടുണ്ട്. അന്നേരം ഞാൻ മനസ്സിലാച്ചു ഇവർക്ക് എന്തു ആവാം, സീനിയറായി എന്തു ആവാമെന്നാണ് അവരുടെ വിചാരം, ഇതെന്ത് ഇവിടുത്തെ നിയമമെന്ന് ഞങ്ങളും വിചാരിച്ചു. അപ്പം നമ്മളൊരു കാര്യം നമ്മൾ ഒരാളോട് പറയും നമ്മുടെ ഭാഗം എന്തായാലും ക്ലിയർ ആക്കിയിരിക്കണം, നമ്മൾ അവരെ ശരിയാക്കും. അത് അവർ ചെയ്യുന്നത് പിന്നെ നമ്മളെന്തിനാ ചെയ്യുന്നത് അവളൂടെ വേണമായിരുന്നു അങ്ങനെ ചെയ്യേ അല്ല അങ്ങനെ ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. പിന്നെ നിങ്ങൾ കാണിക്കുന്ന രീതിയൊക്കെ കാണുമ്പോൾ എനിക്ക് ഡോണ ചേച്ചിയൊക്കെ കാണുമ്പോൾ ഇവിടെ റിവേഴ്സ് ആണല്ലോ വന്നത്. അല്ല അങ്ങനെയല്ല, എനിക്ക് എല്ലാവരും ഒരുപോലെയാണ് മനസ്സിലായി. എനിക്ക് ഇന്ന ആൾക്കാർ ഇപ്പം ചേച്ചി ഇഷ്ടമാണെന്ന് പറഞ്ഞാൽ എനിക്ക് ചേച്ചി വെറുക്കാതിരിക്കാനും മാത്രം പറ്റില്ല. ഇഷ്ടമില്ല അല്ല ആ ഒരു രീതിയിൽ നിങ്ങൾ ചെയ്യുന്ന രീതിയിൽ നമ്മൾ ഇഷ്ടക്കേട് കാണിക്കാൻ ഒരുപാടുണ്ടല്ലോ. ഇപ്പം നമ്മുടെ ഡോണ ചേച്ചി ആയാലും ഇപ്പം ചെറിയൊരു കാര്യം വന്നാൽ മതി നിങ്ങളെല്ലാവരും നമുക്ക് ചെയ്യും. ഇപ്പം മേഘചേച്ചി നിൽക്കുന്ന കാര്യം അപ്പോൾ അത് മതി. ഒരു ചെറിയ മേഘചേച്ചി നമ്മളെ സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്ന കാണുമ്പോൾ നിങ്ങൾ അവിടുന്ന് മാറിക്കും. അപ്പം നമ്മൾ എല്ലാം കൂടി ഇങ്ങനെ കൺഫ്യൂസ് എന്നൊരു ഉറപ്പില്ല നമുക്ക്. അപ്പം ഞങ്ങൾ കാരണം എന്ന് വെച്ചാൽ നമുക്ക് സപ്പോർട്ട് ചെയ്യുന്ന ഒരാൾ വരുമ്പോൾ നമുക്ക് എന്തെങ്കിലും തള്ളി പറയാനും പറ്റും. അങ്ങനെ ഒരു സിറ്റുവേഷനില്ല നമുക്ക്. നമ്മളൊരു പുതിയതായിട്ട് വന്ന ആൾക്കാർ ഡോണ നിങ്ങളോട് ഹാർഷായിട്ട് മിണ്ടിയത് മൊത്തം ഞങ്ങൾ പറയാം. മനസ്സിലാവും. കാരണം ഞങ്ങൾ എപ്പോഴും പറയും ഇവരെല്ലാം പ്ലാൻ ചെയ്ത് ഞങ്ങൾ അതുപോലെ പ്ലാൻ ചെയ്യാറുണ്ടൊന്നും നടക്കത്തില്ല. ഞങ്ങൾ പ്ലാൻ ചെയ്യും ഞങ്ങൾ മാത്രം ഒരു വഴിക്കോ ബാക്കിയിട്ട് വേറെ ഞങ്ങൾ ഓൾറെഡി ഇതുണ്ടായിരുന്നു ഞങ്ങൾക്ക്. ഞങ്ങൾ ജൂനിയേഴ്സ് വരുമ്പോൾ ഞങ്ങൾ ഇങ്ങനെ ഇരിക്കുള്ളൂ. ഇനി ചത്താലും നിങ്ങളെ പോലെ ഉറപ്പിച്ച കാര്യം അങ്ങനെ. അത് കഴിഞ്ഞ് പിന്നെ ഡോണ ചേച്ചി ചെയ്യാതെ നമ്മുടെ അടുത്ത് ഇത്ര ഇതാക്കേണ്ട ഒരു കാര്യമില്ല. അറ്റ്ലീസ്റ്റ് നമ്മളെ സ്വഭാവം മനസ്സിലാക്കി നമ്മളൊന്ന് സംസാരിച്ച് നോക്കാന്നുള്ള രീതിയിൽ ഇപ്പൊ ഇവിടെ അടുത്തൊക്കെ വീണ്ടും വരുന്നുണ്ടല്ലോ എൻ്റെ അടുത്ത് അല്ലെങ്കിൽ എൻ്റെ അടുത്ത് ഇങ്ങനെ ദേഷ്യപ്പെട്ട് നിൽക്കാനും മാത്രം ഞാൻ ഒന്നും ചെയ്യുന്നില്ല. പിന്നെ എന്നെ മനസ്സിലാക്കാതെയാണ് നിങ്ങൾ നിൽക്കുന്നതൊക്കെ ആലോചിക്കുമ്പോൾ ഒരു വിഷമം, ആ വിഷമം കാരണം നിങ്ങളുടെ അടുത്തുള്ള ഒരു ഇതാണെന്ന് എനിക്കുണ്ടായിരുന്നു. പറയൂ നിന്റെ അഭിപ്രായം. ഏറ്റവും കൂടുതൽ വെറുപ്പ് ആരെയായിരുന്നു? വെറുപ്പ് അങ്ങനെ ഏറ്റവും കൂടുതൽ ഇഷ്ടമല്ലാത്ത എനിക്ക് 4 പേരും ഒരുപോലെ ഇഷ്ടമല്ലായിരുന്നു. കാരണം വെച്ചാൽ അന്ന് എനിക്ക് പനി വന്ന ആശുപത്രി പോയപ്പോൾ ഇവിടെ പിടിച്ചെന്ന് പറഞ്ഞത്. അപ്പോൾ എനിക്ക് ആരൊക്കെ അന്ന് ഇതുവരെ ആരെയും അറിയത്തില്ല. പിന്നെ എനിക്ക് പനി വന്നപ്പോൾ ഡോണ ചേച്ചി വന്നിട്ട് പനിയൊക്കെ ചെക്ക് ചെയ്യാൻ ഇടയ്ക്ക് പുള്ളിക്കാരി ആദ്യ കാലത്ത് ഡോണ ചേച്ചിനെ പുറത്തുനിന്ന് വിളിച്ചോണ്ടിരിക്കും. ഞാൻ പിന്നെ നോക്കുമ്പോൾ പുള്ളിക്കാരി എന്നെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും പേടിപ്പിക്കും. അപ്പോൾ ഞാൻ പിന്നെ നോക്കത്തില്ല, ആ സൈഡിൽ നോക്കത്തില്ല. പിന്നെ ഒരു ദിവസം എന്നാണ്ട് വാഷ്റൂമിൽ പെടുന്നപ്പോൾ ആനക ചേച്ചി അവിടെ ബഹളം ഉണ്ടാക്കി. നമ്മളുടെ റൂമിൽ സൗണ്ട് വന്ന് പറഞ്ഞ് നിങ്ങൾക്കൊന്നും പഠിക്കാനില്ല, ഇപ്പോൾ വന്നിട്ട് വന്ന് കയറിയതിൻ്റെ ഇപ്പോൾ ഒന്നും പഠിപ്പിക്കുന്നില്ല. അന്ന് എന്തോ ചേച്ചിനെ കാണുന്നത്. ബാക്കി ഇവർ രണ്ടുപേരും എനിക്കറിയത്തില്ല. ഇവരിങ്ങനെ പറയും സാന്ദ്ര ചേച്ചി മുടി നീളമുള്ള മുടി നന്ദന ചേച്ചിയാണ്, മുടി കുറവുള്ള സാന്ദ്ര ചേച്ചി. എനിക്ക് പോകുമ്പോൾ ഇവർ രണ്ടുപേരെ മാത്രമല്ല നിങ്ങൾ രണ്ടുപേരെ മാത്രമേ എനിക്കറിയത്തില്ല. ഇവിടെ വന്നിപ്പോൾ 4 പേരെ എനിക്കറിയാമോ. അങ്ങനെ വലിയ കുഴപ്പമില്ല. അത് അവളുമായിട്ട് വലിയൊരു ഇതില്ലല്ലോ. അവളെല്ലാവരും നമ്മളാണ് കൂടുതൽ എന്തെങ്കിലും കണക്ട് ആവുന്ന ആരെങ്കിലും ഒക്കെ ആയിട്ട്. അതുകൊണ്ട് നമ്മളങ്ങനെ ഇപ്പോഴായാലും അങ്ങനെയല്ലേ. ഇപ്പോൾ നമ്മൾ സംസാരിക്കുന്ന അപ്പോഴും ചിലപ്പോൾ ചേച്ചി പറ. ഇനി ഇവിടെ പറഞ്ഞില്ലല്ലോ. പറഞ്ഞല്ലോ ഓൾറെഡി ഞാൻ പറഞ്ഞു. ചേച്ചി പറഞ്ഞു നമ്മളെ പറ്റി. ഫസ്റ്റ് ഇവിടെയല്ലേ കണ്ടേ. ഫസ്റ്റ് ജൂനിയേഴ്സ് വരുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ മൈൻഡ് വന്ന ഒരേ ഒരു കാര്യം പറയാം. ഞങ്ങൾ അത്രത്തോളം ഇവിടെ സ്പെൻഡ് ചെയ്യും. വരുന്ന ജൂനിയേഴ്സിന് എന്തായാലും വെറുതെ വിടില്ല. എന്ന് വെച്ചാൽ റാഗിങ് അല്ല, പക്ഷെ എന്തുണ്ടെങ്കിലും ഞങ്ങൾ ഉണ്ടാവും എന്നൊരിതുണ്ടാവും. വിചാരിച്ചു. കാരണം വെച്ചാൽ ഞങ്ങൾ ചെയ്യാത്ത കാര്യത്തിന് മാത്രമേ ഏറ്റവും കൂടുതൽ പണി കിട്ടിയിട്ടുള്ളത്. ഇതേ സെയിം സാധനം നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ഇത്രയും പോലെ ഉള്ള ഇടത്തിൽ അവർ ഇത്രയും കൊണ്ടായിരിക്കും ഇവിടെ വരുന്നത്. അപ്പം നിനക്കുണ്ടായ സെയിം ഫീലിംഗ്സ്. എന്ത് മെസ്സിൽ ഫോൺ യൂസ് ചെയ്യരുത്, അവർ തന്നെ മെസ്സിൽ ഫോൺ യൂസ് ചെയ്ത് സീനിയേഴ്സ് വരുമ്പോൾ തല പൊക്കരുത്. ഇതൊക്കെയാണ് നിയമം. അത്രയും വന്നു കഴിയുമ്പോൾ നമ്മൾ അത്രയും ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങൾ വരും നിങ്ങളെ എടുത്ത് ഇങ്ങനെ ഇവിടെ വരുന്നില്ലല്ലോ. പക്ഷെ ഞങ്ങൾ ഓൾറെഡി പ്ലാൻ ചെയ്ത് വെച്ചിരുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ ഏത് ജൂനിയേഴ്സ് വന്നാലും ഞങ്ങൾ
സ്ട്രഗിൾ ചെയ്തപോലെ ആവില്ല. എന്ത് പ്രോബ്ലം ഉണ്ടെങ്കിലും നിങ്ങളുടെ കൂടെ ഉണ്ടാവും. പക്ഷേ ആദ്യം വരുന്ന സമയത്ത് നമ്മൾ കൊടുക്കുന്ന ഇമേജ് ആയിരിക്കും ഒരു റൗണ്ട് ഫുൾ ഉണ്ടാവുക. വരുമ്പോഴേ ഞങ്ങൾ കാരണം നിങ്ങളെ കെട്ടിപ്പിടിക്കാൻ നിന്നാൽ നിങ്ങൾ അത്രയ്ക്കുള്ള വില തരും. പക്ഷേ ശരിക്കും പറഞ്ഞാൽ ഒരാൾ ഇവിടെ ലീഡ് ചെയ്യാൻ വേണം ഫസ്റ്റ് കാര്യത്തിൽ. ഇപ്പോൾ ഉള്ള പോലെ അല്ല ഫസ്റ്റ് യശോദ കാണും. അപ്പോൾ ആ ടൈമിൽ ഒരാൾ നമ്മളൊന്ന് പറഞ്ഞു തരും, ഇതിങ്ങനെ പോകണമെന്ന് പറഞ്ഞു തന്നാൽ പിന്നെ ഓക്കെ. പിന്നെ ആരും ഞങ്ങൾ അന്നേരം പറഞ്ഞിട്ടില്ലേ, ഏറ്റവും മുമ്പ് പിന്നെ ആദ്യം അടി ഉണ്ടെങ്കിൽ നമ്മളുമായിട്ടായിരിക്കും ഏറ്റവും കൂടുതൽ പിന്നെ ക്ലോസ് ആവുന്നത്. സോ അത് ഞങ്ങൾക്ക് അറിയാം. എന്ത് ഹെൽപ്പ് ഉണ്ടെങ്കിലും ഞങ്ങൾ കൂടെ നിൽക്കും. പക്ഷേ എന്ന് വെച്ചാൽ ആദ്യം ഇങ്ങനെ പാമ്പർ ചെയ്യത്തില്ല, നിങ്ങൾ പ്ലാൻ ചെയ്ത് വെച്ചിരുന്നത്. ആദ്യം പറഞ്ഞ് വന്ന സമയത്ത് ഫസ്റ്റ് ഇവള് വന്നേ. അപ്പോൾ ജൂനിയർ വന്നതായിട്ട് അറിയത്തുള്ളൂ. അപ്പോഴത്തേക്ക് വാർഡൻ വന്നിട്ട് ഓരോ മലയാളി ചേച്ചിമാരോട് പോയി ഇൻട്രൊഡ്യൂസ് ചെയ്യും. അവരത് ഇവളെ ഫസ്റ്റ് കൊണ്ട് കാണിക്കുന്നത് ഇവളുടെ അമ്മയുടെ ഉദ്ദേശം. ഒരു പേരന്റ് വന്ന് നിൽക്കും. ശരിക്കും ഞങ്ങൾക്ക് ആരോടും ഒരു പ്രശ്നമില്ല. എന്തിന് നന്ദന വന്നപ്പോൾ തന്നെ അവളുടെ അമ്മ അച്ഛനും വന്നിട്ട് ഞങ്ങൾ മൈൻഡ് ചെയ്തില്ല, ഞങ്ങൾ അവിടെ തന്നെ എടുക്കും. ഇപ്പം നീ ഇപ്പം പുതിയതായിട്ട് വരുവാണെന്നുണ്ടെങ്കിൽ ശരിക്കും പറഞ്ഞാൽ നിങ്ങളൊന്ന് വഴക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ പറയണ്ടായിരുന്നല്ലേ, അങ്ങനെ ഒരു ഫീൽ വരുവാണ്. ഇല്ല, ഞങ്ങളിപ്പോൾ നിങ്ങളെ പറഞ്ഞാലും ഞങ്ങൾ ഇങ്ങനെ ആയിരിക്കും, പാവം പിള്ളേരല്ലേ അങ്ങനെ പറഞ്ഞു. എന്നിട്ട് ഞങ്ങൾ തന്നെ പറയും കുഴപ്പമില്ല, ഇപ്പം ഇങ്ങനെ ഒരു ഡോസ് കൊടുത്തിട്ട് ആവശ്യം വരുമ്പോൾ ഞങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാവും പ്ലാൻ ചെയ്തായിരിക്കും വരുന്നത്. നല്ല പറഞ്ഞു കഴിയുമ്പോൾ ഞങ്ങൾ ഇവിടെ വന്നിട്ട് പറയും അത്രയും പറയണ്ടായിരുന്നു, എനിക്ക് പേടിച്ച് കാണും, എനിക്ക് ബുദ്ധിമുട്ടായിക്കണം, കുഴപ്പമില്ല, എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ കൂടെ നിൽക്കാം, അങ്ങനെ പറഞ്ഞിട്ടായിരിക്കും പോകുക. വേറെ ആരും ഇമേജ് തരുന്നതുകൊണ്ട് നമുക്ക് ആ തുറന്ന് ഞങ്ങളുടെ ഒരു ഇതിങ്ങനെയായിരുന്നു, വേറൊരു മനുഷ്യരും നിങ്ങളെ പറയാൻ പാടില്ല. അതാണ് നിങ്ങൾക്ക് എന്തെങ്കിലും വരുവാണെങ്കിൽ ഞങ്ങൾ വേറെ ആരും പറയാണ്ട് ഞങ്ങൾ നിൽക്കുന്നുണ്ടല്ലോ. അത്യാവശ്യം ഒരു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളെ ഇതിൽ ട്രീസ ഇല്ലായിരുന്നെങ്കിൽ നമ്മൾ ഒരിക്കലും ഇത്രയും കമ്പനിക്ക് വരില്ല. കാരണം ട്രീസ നമുക്ക് എന്തിനും ഏതൊരു ഇപ്പോൾ പോയി ഭയങ്കര എക്സ്ട്രോവേർട്ട് ആയതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് ഇന്ററാക്ട് ചെയ്യാൻ പറ്റും എല്ലാവരും. അപ്പം എന്നെ കൊണ്ട് പറ്റുന്ന കാര്യം എനിക്ക് ചത്താൽ മീൻസ് എൻ്റെ ആവശ്യത്തിൽ പോലും ഞാൻ 1000 വട്ടം ഇനി ഇരുന്ന് ചിന്തിക്കും വേണോ. അപ്പോൾ ഇവിടെ എല്ലാ കാര്യം പെട്ടെന്ന് ചെയ്യുന്നതുകൊണ്ടാണ് പെട്ടെന്ന് കാര്യങ്ങൾ നമ്മുടെ ഇടയിൽ പെട്ടെന്ന് ഈ സീനിയർ ജൂനിയർ പെട്ടെന്ന് ഒരു ക്ലോസ് ആയി. ഞങ്ങൾ പറയും ഇപ്പം ബിഎസ്സിക്കാർ വന്ന് പറഞ്ഞു നിങ്ങളുടെ ജൂനിയേഴ്സ് ഭയങ്കര ഓവറാകുന്നുണ്ട്, അവന്മാരൊക്കെ ഒരു വരട്ടെ അത് ഇതെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നില്ല. കാരണം വെച്ചാൽ നിങ്ങളുടെ ജൂനിയേഴ്സ് എന്ന് പറഞ്ഞാൽ അത് ഞങ്ങളുടെ അനിയത്തിമാർ പോലെ നിങ്ങളെ വേറെ ആരും പറഞ്ഞാൽ ഞങ്ങൾക്ക് ഇഷ്ടം, ഞങ്ങൾ പക്ഷേ എന്തും പറയും, അത് നമുക്കിടയിൽ മാത്രം. അപ്പോൾ അവന്മാർ വന്ന് ചോദിച്ചു ഞങ്ങളോട് കുറേ ചോദിച്ചു എങ്ങനെ അടി അവന്മാർ ഓക്കെ ആണെന്ന് ചോദിക്കുന്നത് അവന്മാരെ കൊണ്ട് യാതൊരു പ്രശ്നം നിങ്ങൾ എപ്പോഴും പറഞ്ഞു വെക്കുന്നതാണ്. അവന്മാരെ കൊണ്ട് ഞങ്ങളുടെ പിള്ളേർ ഓക്കെയാ, അവരെ കൊണ്ട് യാതൊരു പക്ഷെ ഞങ്ങൾ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾക്ക് ഞങ്ങളുടെ ചേച്ചിമാരായിട്ട് മീൻസ് ഇടയ്ക്കിടയ്ക്ക് എന്തെങ്കിലും ഇത് ഉണ്ടെങ്കിൽ പറയുന്നതല്ല, ഞങ്ങൾക്ക് വേറൊരു ബുദ്ധിമുട്ടും തരുന്നില്ല. പക്ഷേ ബേസിക്കാരുമായിട്ട് എനിക്ക് ഭയങ്കര ഞങ്ങൾ സ്വാതന്ത്ര്യം തരുന്നില്ലല്ലോ നിങ്ങളോട് പറയാൻ വേണ്ടി. അപ്പം അവർ വന്ന് അവിടെ മിസ്സിൽ അവിടെ നിന്നൊരു സമയത്ത് ഇതുപോലെ പറഞ്ഞു അവൾമാർ ഇങ്ങനെ അടി ഒച്ച വെക്കുന്നില്ല അതാ ഇതാടി പറഞ്ഞു എന്തൊക്കെ പറഞ്ഞു നിങ്ങൾ ഇങ്ങനെ പറഞ്ഞു നിങ്ങളുടെ എത്ര ബെറ്ററാണ് നിങ്ങൾ ഞങ്ങളുടെ ഇതിന് പറയുന്നത് അത് നിങ്ങളുടെ ഇതിന് നന്നാക്കാം എന്നിട്ട് ഞങ്ങളുടെ അടുത്തേക്ക് ഞങ്ങളുടെ അവരുടെ പിള്ളേർ പോലും ഞങ്ങളവിടെ ഒരു വില ഉണ്ടായിരുന്നു. അവരുടെ വില ഇവരുടെ പോകും അവരുടെ ജൂനിയേഴ്സ് അവരുടെ ഞങ്ങളുടെ ജൂനിയേഴ്സ് അല്ലെങ്കിൽ ഞങ്ങളുടെ തന്നെ ഞങ്ങൾക്ക് കിട്ടിയതുപോലെ കണ്ട ചേച്ചിമാർ ഞങ്ങളെല്ലാം ബീസുകാർ അടി വരുന്ന ഇറങ്ങിയത് അതിനുള്ള ഇത് ഞങ്ങൾ തരുന്നില്ലെന്ന്. പക്ഷേ ഞങ്ങൾ അപ്പോഴത്തേക്കും പോയി ഞങ്ങളുടെ ഏറ്റവും ഫേവറേറ്റ് നിങ്ങളല്ലേ, ഞങ്ങളിങ്ങനെ നോക്കിയിരിക്കും നമ്മുടെ ജൂനിയേഴ്സ് അപ്പോൾ നമ്മുടെ ജൂനിയേഴ്സ് നമ്മുടെ പിള്ളേരെപ്പോൾ വരുന്ന ഞങ്ങൾ പറഞ്ഞു നമ്മുടെ പിള്ളേർ വരുന്നതെന്ന് പറയുമ്പോൾ ഫസ്റ്റ് നമ്മളെ പോലെ 4 പേരും. അപ്പോൾ ഞങ്ങളുടെ ഏറ്റവും ഫേവറേറ്റ് നിങ്ങളാണ്, ഞങ്ങൾ നോക്കിക്കൊണ്ട് നടക്കുന്നത് നിങ്ങളെ. പക്ഷേ അത് ഞങ്ങൾക്ക് ഇങ്ങനെ ഫസ്റ്റ് വന്ന് കാണിക്കാനൊന്നും പറ്റില്ല. വരുമ്പോഴേ ഇപ്പം ഞങ്ങൾക്ക് അറിയില്ല നിങ്ങൾ എങ്ങനത്തെ ബിഹേവിയറാണ്. ആദ്യമേ കയറിയൊക്കെ സ്നേഹിക്കുമ്പോൾ അതെങ്ങനെയാകുമെന്ന് പിന്നെ പറയാൻ പറ്റില്ല. അതുകൊണ്ട് ഞങ്ങൾ കൊണ്ടുപോകും. ഞങ്ങളിപ്പോൾ ആദ്യമേ കയറി സ്നേഹിച്ചെന്ന് ചോദിച്ചോ, അത് ചിലപ്പം ഇപ്പം നിങ്ങൾക്ക് ഫസ്റ്റ് മേഘ ചേച്ചി എങ്ങനെയായിരുന്നു ഒരു ഇതുണ്ടായിരുന്നില്ലല്ലോ, അതുപോലെ ആയിപ്പോ ഞങ്ങൾക്ക് ഓൾറെഡി മേഘ ചേച്ചിയുടെ പേടിയുണ്ട്, ഒരു പേടി തന്നിട്ടുണ്ട്. കാരണം ചേച്ചി സംസാരിക്കുന്നത് അതുകൊണ്ട് ഞങ്ങൾക്ക് ശരിക്കും പറഞ്ഞാൽ കമ്പാരിറ്റീവായിട്ട് ഞങ്ങൾ വരുമ്പോഴത്തേക്കും ഫസ്റ്റ് ഇവിടെ കണ്ടെന്ന് പറയാൻ ഞങ്ങളിങ്ങനെ പറഞ്ഞിട്ടുണ്ട് ഇവിടെ ഒറ്റപ്പെടുത്താതിരിക്കേണ്ട ഞങ്ങളുടെ ഇത്. അന്ന് ഞങ്ങൾ ഇവരോട് പറഞ്ഞു ഇനി പുതിയ ജൂനിയേഴ്സ് ചിലപ്പോൾ ചേച്ചിമാർ മിണ്ടിയെന്നൊന്നും ചെന്ന് പറയണ്ട, നോക്കട്ടെ അവരെങ്ങനെയാണോ ഇവിടെ. കാരണം വെച്ചാൽ ഇനി നിങ്ങൾ ഇവിടെ ഒറ്റപ്പെടുത്തുന്നതാണോ ഇല്ലയോ എന്ന് ഞങ്ങൾക്ക് അറിയണമെങ്കിൽ ഞങ്ങൾക്ക് ഒരു ടൈം വേണ്ടേ. ഇവളോട് നിങ്ങൾ ഇങ്ങനെ ബിഹേവ് ചെയ്യുന്നതെന്ന് അറിയില്ല. പേരക്കുറവ് ഇവിടെ അറിഞ്ഞപ്പോൾ ഇപ്പോൾ ഇങ്ങനെയൊക്കെയാണെന്നുള്ളത് മനസ്സിലായി. ഞങ്ങൾ ആദ്യമൊക്കെ കഴിക്കാൻ വരുമ്പോൾ ഇവിടെ വിളിക്കുമായിരുന്നു, പക്ഷേ ഇവളങ്ങനെ വലിയ മിണ്ടലും പരിപാടിയൊന്നും. അത് കഴിഞ്ഞ് നിങ്ങൾ രണ്ട് വന്ന സമയത്ത് കാണുമ്പോൾ നമുക്ക് മനസ്സിലുണ്ട് ഓവറല്ല. പിന്നെ ആദ്യം ഞങ്ങൾ പറഞ്ഞു നീ ചിലപ്പോൾ സംസാരിക്കുന്ന സ്ലാങ്ങിലെയോ ഞങ്ങളുടെ അടുത്തുനിന്നല്ല ഇവിടെ പണി കിട്ടുന്നത് ആ സ്ലാങ്ങിലായിരുന്നു. ആ പണി കിട്ടിയാലും ഫസ്റ്റ് ഞങ്ങളോട് വന്ന് മനസ്സിലാക്കും പറഞ്ഞു കൊടുത്തില്ലായിരുന്നു, അത് നമ്മളോട് ചോദിക്കും. അപ്പം നമ്മൾ കുറച്ചുകൂടെ ഹാർഷായിട്ട് ബിഹേവ് അതിനായിരിക്കും ആദ്യമേ വന്നൊന്ന് പറഞ്ഞു തരുന്നു. പിന്നെ ഞാൻ പറഞ്ഞടി അപ്പം ആദ്യം ഒരു ഉപദേശം നിന്നും ചിരമാനമായിട്ട് ഉപദേശത്തിന് ആരും വരില്ല, അത് നിങ്ങൾക്ക് മനസ്സിലാവും. സോറി ഗൈസ് വീഡിയോ ഓഫ് ആയി. ഞങ്ങളുടെ സീനിയേഴ്സ് ശരിക്കും നിങ്ങൾ അങ്ങനെ ആയിപ്പോയത്. കാരണം വെച്ചാൽ അസൈൻമെന്റ് ചോദിച്ചാൽ അവർക്കറിയില്ല, ടീച്ചേഴ്സിനെ ചോദിച്ചാൽ അറിയില്ല, ഇവിടുത്തെ കാര്യം ചോദിച്ചാൽ അറിയില്ല, മെസ്സ് എവിടെ ചോദിച്ചാൽ പോലും ഇങ്ങനെ കാണിക്കും, അത് അവിടെ ആണ് ഇവിടെ ആണ്. അപ്പോൾ പിന്നെ ഞങ്ങൾ എന്ത് ചെയ്യാം അത് വരരുതെന്ന് വിചാരിച്ചാൽ ചെയ്തു. അങ്ങനെ നിങ്ങളോട് ഞങ്ങൾക്ക് പ്രശ്നം. പിന്നെ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞേ ഫസ്റ്റ് ഞാൻ വന്നപ്പോൾ ഒരാളിങ്ങനെ പാഞ്ഞു വരും. അപ്പോൾ ഞാൻ ഇവളോട് പറഞ്ഞു ആരോ ഒരാൾ പാഞ്ഞു. എനിക്ക് നല്ല ഹോസ്റ്റൽ ലൈഫ് ഞാൻ എന്തൊക്കെയോ ആണെന്ന് ചിന്തിച്ച് വന്നവരാണ്. മീൻസ് എനിക്ക് നല്ല ഫ്രണ്ട്ഷിപ്പ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇതാണ്. ഹോസ്റ്റൽ ലൈഫ് നമ്മൾ കുറേ കേട്ടില്ല, ഹോസ്റ്റൽ അങ്ങനെ ആയിരിക്കും കുറേ ഫ്രണ്ട്സൊക്കെ ആ ഒരു വൈബിൽ പെട്ടെന്ന് വന്നാൽ ഞാൻ അപ്പോൾ ആ ഒരു എക്സൈറ്റ്മെന്റ് ആണ് അത്രയും കാണുന്നത്. എക്സൈറ്റ്മെന്റ് ഒന്നും ഞങ്ങൾക്ക് ആർക്കും പ്രശ്നം. ഞങ്ങൾക്ക് ശരിക്കും ഇപ്പം ഞങ്ങൾ പറഞ്ഞില്ലേ ഞങ്ങൾക്ക് നിങ്ങളോട് ഭയങ്കര കംഫർട്ട്. ഇപ്പം നമ്മളാണെങ്കിൽ ഈ പറയും പിള്ളേരെ വിളിച്ചാലോ അല്ലെങ്കിൽ പിള്ളേരോട് സംസാരിച്ചാലോ അല്ലെങ്കിൽ നിങ്ങൾ വരുമ്പോൾ ഞങ്ങൾക്ക് ഒരു ഇതായിട്ട് നമ്മൾ ലിമിറ്റഡ് ടൈമിലല്ല കുറേ നേരമായിരിക്കും നമ്മൾ ചുമ്മാ നിന്ന് താഴെ നിന്ന് കഴിഞ്ഞാൽ നമ്മൾ 2 മണിക്കൂറൊക്കെ അവിടെ സ്പെൻഡ് ചെയ്യും. അപ്പോൾ അതുപോലെ ഒതുങ്ങി നിൽക്കുന്ന പിള്ളേരൊന്നും ഞങ്ങൾക്ക് ഇഷ്ടമില്ല. ഇപ്പം നിങ്ങൾ ഇങ്ങനെ നിൽക്കുന്നുണ്ട് ഇപ്പം നിങ്ങൾ അതിന് നോട്ട് ഔട്ട് ചെയ്താലും നമുക്ക് പറയും ആ പിള്ളേരോട് നമ്മൾ അങ്ങനെ മിണ്ടില്ല. കാരണം ഇങ്ങനെ ഒതുങ്ങുന്നില്ല അങ്ങനെ പ്രതീതൊന്നും ആരോട്ടൊക്കെ സംസാരിച്ചൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഇപ്പോൾ കയറി വന്നേ ഉള്ളൂ. ഇപ്പം തന്നെ സമയം 7 മണി ആവാറായി. ഞാനൊരു ഹെഡ്സെറ്റ് ഓർഡർ ചെയ്ത് ഞാനിത് തുറന്ന് അൺബോക്സ് ചെയ്യാം. ഓക്കെ ഞാനേ ഫോൺ വെക്കുന്നതാണ് ഏറ്റവും വലിയ ഇവിടുത്തെ വിഷയം. ബാക്ക്ഗ്രൗണ്ട് ഭയങ്കര ശബ്ദമൊക്കെ ആയിരിക്കും. ഞാനത് ഹോസ്റ്റലാണ്.
എൻ്റെ എയർപോർട്ട് ചീത്തയായി, അതുകൊണ്ട് ഞാനിപ്പോൾ ട്രീസ് ഉപയോഗിച്ചത്. അതാണെങ്കിൽ ഒരെണ്ണേ ഉള്ളൂ, അത് ഒരെണ്ണം അവൾ കടലിൽ കൊണ്ട് കളഞ്ഞു നാട്ടിൽ പോയ ടൈമിൽ. അതുകൊണ്ട് തിരിച്ചു വന്നപ്പോൾ അവൾ പുതിയത് മേടിച്ചപ്പോഴത്തേക്കും ഞാൻ പിന്നെ അത് ഉപയോഗിച്ചു. എൻ്റെ ചീത്തയായപ്പോഴത്തേക്കും ഇവിടെ വന്നതിന് ശേഷം അത് പിന്നെ ചാർജ് ഒരെണ്ണം തീർന്നു കഴിഞ്ഞാൽ പുതിയത് എന്താ പറയുക, വേറെ ഒരെണ്ണം ഇല്ലല്ലോ എടുത്ത് വെക്കാൻ ഇതിന് പകരം. അതുകൊണ്ട് സ്വിച്ച് ഇയർബഡ്സ് വേറൊന്നുമില്ല ഇതിനകത്ത്. തുളയില്ലാത്തവർക്കുള്ള സംഭവമാണ് എന്നുവെച്ചാൽ ബാറ്ററി ചാർജ് ചെയ്യുന്നിടത്ത് അവർക്ക് ഹെഡ്സെറ്റ് കുത്താന്നുള്ളൊരു ഓപ്ഷൻ. അല്ലാത്തത് ബാറ്ററി ചെയ്യുന്നിടത്ത് കുത്തി കഴിഞ്ഞാൽ ഇന്ന് പറഞ്ഞു വിലക്ക് ഇപ്പൊ ട്രൈ ചെയ്യാനും കുത്തി നോക്കാനും അങ്ങനെ ചെയ്താലും തോന്നുന്നു. ഫാൻസിയാണ് ചെയ്യാം, അവിടെ അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ട്. ചെറുതായത് ഏത് കമ്പനിയാണോ നീ ഇതിനകത്ത് വല്ല ഇട്ടൊക്കെ നോക്കട്ടെ, പാട്ടൊക്കെ എങ്ങനെയത് വർക്ക് ചെയ്യുന്നത്. നമുക്കിനി അടുത്തൊരു ദിവസം കാണാം. നാളെ എക്സാം ആണ്, അപ്പം ഇത് മറ്റേ വ്ളോഗിൻ്റെ ഇടയിൽ പോകും. നാളെ അപ്പം ഇത് എക്സാം. പിന്നെ ചിലപ്പോൾ ഞങ്ങൾ പോകുന്നതിന് മുന്നേ ഇവിടെ കോളേജ് കാണും, ചിലപ്പോൾ അറിയത്തില്ല, ഒരു ഇതില്ല. അല്ലെങ്കിൽ എന്താ പറയുക, ഹാപ്പി ജേണി. ഇത് ഇന്നലെ എക്സാം കഴിഞ്ഞ് പ്രാക്ടിക്കലി ഇന്നപ്പം എന്തൊക്കെയോ ഇൻസ്ട്രക്ഷൻ തരാമെന്ന് പറഞ്ഞായിരുന്നു. അപ്പം നമ്മളിന്ന് പോകും, ഇന്നും കൂടെ കാണത്തുള്ളൂ എന്നാണ് പ്രതീക്ഷ. എത്താ ക്ലാസ് കഴിഞ്ഞ് വന്ന് ഇന്ന് ലേറ്റായിപ്പോയി ക്ലാസ്സിൽ കയറിയപ്പം. അപ്പോഴത്തേക്കും മാം പിടിച്ച് പുറത്ത് നിർത്തി. എക്സ്പ്ലനേഷൻ ലെറ്ററൊക്കെ കിട്ടി, സന്തോഷത്തോടെ വാങ്ങിച്ചെഴുതി. ഉച്ചത്തെ ഫുഡ് അത്ര പോരാ, എനിക്കിഷ്ടപ്പെട്ടില്ല. പ്രത്യേകിച്ച് എനിക്കിഷ്ടപ്പെട്ട കറിയൊന്നുമില്ല, അതുകൊണ്ട് ഞാൻ ഒന്നും കഴിച്ചില്ല. അപ്പോൾ ഞാൻ വിളിച്ച് വന്നിട്ട് സ്നാക്സ് കഴിക്കാമെന്ന്. ഞാൻ വീട്ടിൽ വിളിക്കട്ടെ പോയി. അമ്മ എന്നെ ക്ലാസ് ഇരുന്നത് വിളിച്ചെങ്കിലും അമ്മ അറിഞ്ഞില്ല ഇന്ന് ക്ലാസ് ഉള്ള കാര്യം. ഞാൻ പോയി വീട്ടിൽ വെച്ച് സംസാരിക്കട്ടെ. ഞങ്ങൾക്ക് പണിഷ്മെൻ്റായിട്ട് ഇമ്പോസിഷൻ മാം വന്നുകൊണ്ട് ഞങ്ങൾ ഇത്ര നേരം അത് എഴുതിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പം തന്നെ 5 മണി കഴിഞ്ഞു. ഞാൻ ഇനി നേരെ ചായ കുടിക്കാമല്ലോ. കളിക്ക് ഓ ഒരു കടിയേ തന്നോളൂ. അത് പൊന്നെ ആടി ഞാൻ നിനക്ക് സെപ്പറേറ്റ് ഞാൻ വേറെ വാങ്ങിച്ചു തരാം. പക്ഷെ നിനക്ക് തരാമല്ല, ഞാൻ സത്യമായിട്ട് ഞാൻ ഇവക്ക് വന്നപ്പോ ഞാൻ നിനക്ക് തന്നെന്ന് വിചാരിച്ചോടിയിരുന്ന്. അടിയാക്ക്, അടി ഉണ്ടാക്ക്. ഹായ് ഗൈസ്, ഇതുണ്ടോ സമോസ വാങ്ങിച്ചിട്ട് ഞങ്ങൾ. അല്ല, എനിക്ക് സാനിയ സമോസ ഉണ്ടെങ്കിൽ അവളുടെ നിന്ന് ഒരു അടി വാങ്ങിച്ചത് എനിക്ക് ഭയങ്കര കൊതിയായിരുന്നു. എനിക്ക് നേരത്തെ ഇവിടെ സമോസ കൊള്ളില്ലായിരുന്നു. പിന്നെ ആദ്യം എന്നോട് പറഞ്ഞു ഇപ്പൊ നിങ്ങൾക്ക് സമോസയ്ക്കകത്ത് മറ്റേ കടലൊന്നും ഇല്ല, പിന്നെ കുഴപ്പമില്ല. കാരണം അപ്പോൾ ഉച്ചയ്ക്ക് ഇരുന്നപ്പോൾ എനിക്കും കഴിക്കാൻ തോന്നി. അപ്പോൾ എനിക്കാണെങ്കിൽ ഒരു സ്റ്റാൻഡ്, ഒരു മറ്റേ വലിയ കമ്പ് വേണം, ഇങ്ങനെ പിടിച്ച് നീട്ടുക. കൈ കുറഞ്ഞാൽ ഇങ്ങനെ തന്നെ പിടിക്കും, ഇങ്ങനെ തന്നെ പിടിച്ചു. നീ സ്റ്റോറിയിൽ ഇറങ്ങി വന്നപ്പോൾ എന്തോ ഇങ്ങനെ വരുന്നത്. ഞാൻ ഓർത്ത് നീ വീഡിയോ എടുത്തോണ്ട് വരുന്നത്. അല്ലല്ല, ഞങ്ങൾക്ക് ഇമ്പോസിഷൻ ഉണ്ടായിരുന്നു, ഞങ്ങൾ അത് എഴുതിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴാണ് 5 മണിക്ക് നിങ്ങൾ ചായ കുടിക്കാൻ പോകുമ്പോൾ എന്നാ അവള് ചുമ്മാ ചിരിക്കണ്. ആടി അപ്പത്തേക്ക് ഞങ്ങളെങ്ങോട്ട്, അപ്പം ഞാൻ ഇവളുമാര് ചായ കുടിച്ചോ, ഞാൻ ഇങ്ങ് പോന്നു. എങ്ങനെ നിങ്ങൾ നോക്കൂ, അതിനെ വെളുത്തിരിക്കുന്ന ചായ നോക്കി, നന്നായിട്ട് വെളുത്തിരിക്കുന്നത്. കടുപ്പില്ല, ചായ കൊള്ളത്തില്ല. 20-ാം തീയതി വരെ കോളേജ് കാണും. മാല ഇല്ലാത്തവരെ ഐഡി കാർഡ്.
എന്തായാലും ഒരു ഉണ്ണവും ഇതും ഇല്ലാതൊക്കെ ഞാൻ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നത്. എന്നില്ല ക്ലാസ് തീരുന്നത് വരെ ഉറപ്പില്ല. ഞങ്ങളുടെ ആസാം മ്യൂസിൽ 5 പേര് ഇന്ന് പോയി. ഇനി നാളെ 8 പേരെന്തോ 8 പേര്. ഇനി ബാക്കിയുള്ള എത്രയോ 8 പേരുണ്ട്. അവർ അത്രയും പേര് പോകും. പിന്നെ ഞങ്ങളുടെ ഇന്ത്യക്കാരും ഞങ്ങളെ ഏറ്റവും അവസ്ഥാനം ഞങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പുറത്തെ ലക്ഷ്മിക്കാരിലെ ഒട്ടുമിക്കവരും പോയി. നമ്മളും പോയില്ല ഇതുവരെ. നമുക്കിനിയാണ് പോവേണ്ടത്. അല്ലെങ്കിൽ കുറച്ച് നാളെ ഉള്ളൂ. സെക്കൻഡ് ഇയർ ആയിട്ട് നിൽക്കുന്നത്. അടുത്ത തേർഡ് ഇയർ. സെക്കൻഡ് ഇയർ കഴിഞ്ഞു. സോ അതൊക്കെ ഒരു സ്വപ്നം. ഫസ്റ്റ് ഇയറൊക്കെ ഒരു സ്വപ്നം പോലെയാണ് പോയത് സത്യം പറഞ്ഞാൽ. പിന്നെ തേർഡ് ഇയർ ഇനി എങ്ങനെയാവുമെന്തോ. ഇൻറ്റേൺഷിപ്പാണ് വന്നവിടെ ഞങ്ങൾ നേരെ ഇൻറ്റേൺഷിപ്പിലോട്ട് കാലി വെക്കും. എങ്ങനെയാണെന്ന് പറഞ്ഞുകൂടാ. എന്നാലും ഇതൊക്കെ ഇങ്ങനെ എടുത്ത് വെച്ച് നമ്മൾ യൂട്യൂബിലൊക്കെ പോസ്റ്റ് ചെയ്യുമ്പോഴത്തേക്കും കുറേ നാൾ കഴിയുമ്പോൾ അത് അവിടെ തന്നെ കിടക്കും. എത്ര നേരം വേണം ഇത് നോക്കാം. കുറേ മെമ്മറീസ് ഇങ്ങനെ കളക്ട് ചെയ്യാം. അത്രേ ഉള്ളൂ. ഞാൻ പോയിട്ട് കോളേജിൽ പോട്ടെ. ഇന്ന് എന്തൊക്കെയാവുമെന്തോ. പോയി കഴിക്കണം ഫസ്റ്റ്. ഇന്ന് ഉച്ചയ്ക്ക് റൈസും ഈ ചട്നിയും പപ്പടം. പക്ഷേ ഈ റൈസും ചട്നിയും അടിപൊളി. ഞങ്ങൾക്ക് ഇഷ്ടം. എനിക്ക് ഇൻട്രസ്റ്റ്. നിനക്കിഷ്ടമാണോ? നിനക്കാ? ഇവർക്കാർക്ക് ചട്നി ഇഷ്ടം. പക്ഷേ ഈ ചോറിൻ്റെ കൂടെ ഈ ചട്നി കൂട്ടാൻ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ചില ചട്നി എനിക്ക് അല്ലാതെ ഇഷ്ടമാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കഴിക്കട്ടെ അല്ലേ ആൻസി വിജയ്. ഇനി ഞാൻ പറയില്ല അത്. ഇല്ല നീ പറഞ്ഞ ഞാൻ എന്ത് പറഞ്ഞാലും ആൻസി വിചാരിക്കും. ഞാൻ എപ്പോഴും പറയും അല്ല ഇപ്പം വിചാരിക്കണായിരിക്കും. എപ്പോഴും പറയും ആൻസി വിചാരിക്കാതെ ഇപ്പം അവൾ അങ്ങനെ വന്നതിനിങ്ങനെ ഞാനിപ്പോൾ പറയാൻ വരികയാണ്. ആൻസി വിചാരിക്കണായിരിക്കും കഴിക്കുമ്പോഴും ഇവിടെ വീഡിയോ ഓഫ് ചെയ്യില്ല. മര്യാദ കഴിക്കാൻ സമ്മതിക്കുന്നത് പറയാൻ വരും. ഞാൻ അത് കൂടുതൽ വിചാരിച്ചു. ഞാൻ ചുമ്മാ ശരിക്കും പറഞ്ഞാൽ പറയണേ എൻ്റെ ഇതിന്. അതുകൊണ്ട് ഞാൻ പോയി കഴിക്കട്ടെ. ആടാ എല്ലാവരും നോക്കുന്നു. ടാറ്റ. എല്ലാവരും നോക്കി. ഞങ്ങളുടെ ക്ലാസ് കഴിഞ്ഞ് പോകുന്ന വഴിക്ക് ഞാൻ ആദിശ്രീ അവളുടെ ക്ലാസ്സിൽ നിന്ന് പൊട്ടി. അതെ. പിന്നെ എന്തോ പറയാൻ വന്നു ഞാൻ. ഇപ്പുറത്തൊന്ന് നിങ്ങൾക്ക് അവിടേക്കാം. പിന്നെ നാളെ ഞങ്ങൾ ഇവരുടെ സബ് ജൂനിയേഴ്സ് അല്ലേ? എല്ലാവരുടെയും സബ് ജൂനിയേഴ്സ്. നമ്മളെ സബ് ജൂനിയേഴ്സിനും ലാമിനേറ്റിംഗ് ആണ്. ലാമിനേറ്റിങ്ങും പിന്നെ ഫ്രഷേഴ്സ് 1 അവർ എന്തോ ഉള്ള ഒരു ഫ്രഷേഴ്സ് പാർട്ടി. എന്തായാലും നാളെ നമ്മളെ കയറ്റുമോ? നമ്മളെ വിളിക്കുമോ പ്രോഗ്രാമിന്? സംശയം ഉണ്ട്. ഉണ്ടെങ്കിൽ ഞാൻ കാണിച്ചേ. കയറ്റിയാൽ കാണിച്ചേ. പിള്ളേരുടെ കൗണ്ട് കൂടുതൽ ഭയങ്കര പ്രാവശ്യം മലയാളീസ് തന്നെ മലൂസ് തന്നെ ഒരുപാട് പേരുണ്ട്. സാറിനോട് എങ്ങനെയാണ്? മാത്രം. അതുകൊണ്ട് നമുക്ക് നോക്കാം. വിടുവോ? നമ്മളെ കാണിക്കുകയാണെങ്കിൽ ഞങ്ങൾ കാണിക്കുന്നതായിരിക്കും. അപ്പം നമുക്ക് കാണാല്ലേ. ബൈ ചേച്ചാ. നാളെ കോളേജ് ഉണ്ടെന്ന് പറഞ്ഞൂടെ. ഉണ്ടെങ്കിൽ ഞാൻ ബ്ലോഗ് ഇടല്ലേ. ഇതോടെ തീർന്നു ചേച്ചാ. ഓ ആ കടയുടെ മൊത്തത്തോടെ വാങ്ങിച്ച്. ആര്? അശ്വതിയസ് നായർ. ആര്? നീയാ? ട്രീസേ ഇതെടു. പിന്നെയും യോഗി. യെസ്. ഏടി എൻ്റെ സാധനത്തിന് വീഡിയോ എടുക്കുക. നീ എനിക്കും തരണം. എനിക്ക് തന്നേ തിന്നാവും. വീഡിയോ എടുക്കുക. എന്നോട് നന്നായിട്ട് പെരുമാറണം. അഭിനയിക്കാൻ അഭിനയിക്കാനൊക്കെ പറയണ്ടേ? അഭിനയിക്കാനൊക്കെ പറയണം. കഴിക്കാം. ഇത് കഴിക്കാം നമുക്കിപ്പം. അതൊന്നും നടക്കട്ടെ. ചോദിക്കാൻ വയ്യ. അതുകൊണ്ട് ഇൻഡയറക്റ്റ് ആയിട്ട് എനിക്ക് വിളിച്ചു തരും അഭിനയിക്കാൻ. അവൾക്ക് ബ്ലൂ കളറാണ് ഇഷ്ടം. എനിക്ക് പിങ്ക് കളർ അല്ലേ. അവിടെ ഞങ്ങൾ ഈ 2 കളറും കിട്ടുന്നത്. ഇതിൻ്റെ നൂലപ്പം പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും വായ വെച്ചെടുക്കുന്നുണ്ടോ അഭിനയിക്കണം. അവള് തീറ്റിയത് കഴിഞ്ഞ അഭിനയം. ഞാൻ വെച്ച് നീ തിന്നില്ലെന്ന് പൊട്ടിക്കുന്നേ വേണം. കുറച്ച് ക്യാമറയിൽ നിന്ന് പുറത്ത് നിൽക്കുക. എപ്പോൾ വീഡിയോ എടുത്താൽ ഇവള് ക്യാമറയുടെ ഒരു സൈഡിൽ ഒതുങ്ങി അങ്ങ് പോകും. റിവ്യൂ എടുക്കണം. റിവ്യൂ എടുക്കണം. കൊള്ളാല്ലേ? ഇങ്ങനെ മാറിയിരിക്കുന്ന ഇത് എന്തൊക്കെ കാണിച്ചോ?
ടെൻഷനാ ക്യൂ കാണല്ലേ കഴിക്കാൻ പോണ ഞങ്ങള് എന്നും ലേറ്റായി ഉറക്കമാണ് മുഖ്യം. കണ്ട നമ്മൾ എന്തെങ്കിലും പറയണം വീഡിയോ എടുക്കുമ്പോൾ എനിക്കൊന്നും പറയില്ല. നിനക്ക് പറയാണ്ടെന്ന് ചോദിച്ചിട്ടാണ് ഞാൻ വീഡിയോ നമ്മളിപ്പോ വന്നാലും ക്യൂ ആണെന്ന് പറ. എനിക്ക് കൂട്ടുതാ അഞ്ചിക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ഒന്നും പറയാമോ? എനിക്കൊന്നും പറയാൻ തോന്നുന്നില്ല. ഞാൻ ബൈ നമുക്ക് കഴിച്ചിട്ടാണ് ചോദിക്ക. എല്ലാരും പോയിട്ട് ചോദിച്ചാ മതി. ശരി, നിങ്ങൾ പറഞ്ഞോ നിങ്ങളുടെ എങ്ങനെ ഉണ്ടായിരുന്നു ഫസ്റ്റ്? അടിപൊളിയായിരുന്നു. ഒച്ചത്തി പറ, കേട്ടില്ലെങ്കിലോ. എന്തോ ബജി കിട്ടി? കൊറേ ഉണ്ടായിരുന്നോ സ്നാക്സ്? മുളക് ബജി. അത് വടയാണോ? സ്വീറ്റ് മറ്റേ ഇവിടെ നമുക്ക് തേഴ്സ്ഡേ കിട്ടത്തില്ല, അതല്ലേ? നിങ്ങൾ വലിയ പരിപാടിക്ക് ഉണ്ടായിരുന്നു. ഇനി ഫ്രഷേഴ്സ് പറയാനുള്ളത് ഇപ്പോഴേ പറഞ്ഞു, അല്ലെങ്കിൽ അടുത്ത വർഷം എല്ലാം മറന്നു പോകും. ലൈക്ക് ഇപ്പം ഞങ്ങളുടെ ഫസ്റ്റ് ഇയർ എന്ന് പറയുമ്പോൾ ഞങ്ങൾക്ക് ഫസ്റ്റ് ഇയർ എന്തൊക്കെ നടന്നപ്പോൾ ഓർമ്മയില്ലല്ലോ. അപ്പം നമ്മളിപ്പോൾ ഇതുപോലെ അന്നേ വ്ളോഗ് എടുത്തിട്ട് നമുക്കൊരു ഐഡിയ കിട്ടിയേനെ ഇതൊക്കെയായിരുന്നു അന്ന് നടന്നിരുന്നുണ്ടായിരുന്നല്ലോ എന്ന് ആലോചിക്കാം. അതുകൊണ്ട് ചോദിച്ചേ. പ്രത്യേകിച്ച് ഇനിയൊന്നും പറയില്ല. ഓക്കെ, നിങ്ങൾ തന്നെയല്ലേ എല്ലാ പരിപാടിയും ചെയ്യുന്നത്. നമ്മളെ വിളിക്കത്തില്ല? വരുമോ? അപ്പം ഞാൻ വരാം, വീഡിയോ എടുക്കാം. അടുത്ത വർഷമൊക്കെ ഇരുന്ന് കണ്ടോ. ചാച്ചാ കൊള്ളാൻ വെച്ചത് നിന്നെ കാണാൻ. നിങ്ങൾ എന്തോ ഡാൻസ് ആയിരുന്നു? വെൽക്കമിങ്ങോ? വീഡിയോ ഒന്നും എടുക്കാൻ എനിക്ക് പറ്റിയില്ല. എന്തോ പക്ഷെ ഞങ്ങൾ വന്നില്ല. എന്ത് ചെയ്യാനാ? ടാറ്റ പറ ബൈ. ഇവിടെ വന്നിരുന്ന് കഷ്ടപ്പെട്ടിരുന്ന് ഫുഡ് കഴിക്കുക. വേറെ ഒരു സ്ഥലവും ഇല്ല. അല്ല, വേറെ ഒരു സ്ഥലവും ഇല്ലാത്തോണ്ട്. കേട്ടില്ല? പാവപ്പെട്ട കഴിക്കാൻ മറ്റേ റിവൈൻഡ് എടുക്കാൻ നീ വരിക, വന്ന് ചോദിക്കും പാത്രം എന്താ മറ്റേ കണ്ടിട്ടില്ല റീല്. എന്നിട്ട് ഇത് കൊണ്ടുപോകും, എന്നിട്ട് വന്ന് ഇതിനെ റീവൈൻഡ് ചെയ്തെടുക്കും ആൾക്കാർ. അപ്പഴത്തേക്കൊക്കെ ഇങ്ങനെ കൊടുക്കുമ്പോഴത്തേക്ക് അവരെന്താ വിചാരിക്കണം? നമ്മൾ കൊടുത്തതായിട്ടേ തോന്നും അവർക്ക്. എനിക്ക് ക്യാമറ വരുന്ന പ്രശ്നമുണ്ടോ? അശ്വതി ചാച്ചാ നമ്മളെ അവളെ ഒട്ടിക്കുക. ട്രീസേനെ ഞാൻ സൂം ചെയ്ത് വെച്ചേക്ക. ഓടിപ്പോയടി അവര്. നീ മാത്രം ഒറ്റയ്ക്കാണെന്ന് വരുന്നേ. എനിക്ക് അവരെ കൊണ്ട് മടുത്തത്. ഞങ്ങളുടെ അവർക്ക് സബ് ജൂനിയേഴ്സ് ആട്ടോ. ഇപ്പം അവർക്ക് ലാമിനേറ്റിങ് സെക്കൻഡ് ഇയേഴ്സ് ആണ് പരിപാടി ചെയ്യുന്നത്. മീൻസ് ഈ ഡാൻസ് പാട്ട് സംഭവമൊക്കെ ഉണ്ടായിരുന്നു. ഇല്ല, ഇനിയാണ് അവരെ ഫ്രഷേഴ്സ്. അതിന് ഞാൻ എന്തായാലും കാണുമ്പോൾ അപ്പം ഞാൻ വീഡിയോ എടുക്കാം. ഞാൻ അറിഞ്ഞില്ല നമുക്ക് പോകാൻ പറ്റുമായിരുന്നു. അവർ കളിക്കുവടി, നമുക്ക് ചെന്ന് നോക്കാം എങ്ങനെയാണ് അവരെ പരിപാടിയെന്ന്. അവർ ഇങ്ങനെ ക്യാമറ ഉപയോഗിച്ചിട്ട് ഒന്നും വേണ്ടി സാധാരണ നന്നായിട്ട് സംസാരിക്കും അവരൊക്കെ. പക്ഷെ അവരൊക്കെ എന്ന് പറഞ്ഞാൽ നേഹയൊക്കെ എൻ്റെ യൂട്യൂബ് കണ്ടിട്ട് വന്ന് എൻ്റെ അടുത്ത് മിണ്ടിയതൊക്കെയാണ്. അപ്പോൾ ഇവിടെ വന്ന് നല്ല കമ്പനിയായി അവരായിട്ട്. എവിടെ വെച്ച് കണ്ടാലും ഭയങ്കര നന്നായിട്ട് സംസാരിക്കും. ഹിമയൊക്കെ ഭയങ്കരമായിട്ട് നന്നായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കും. നല്ല രസമുണ്ട്. ഇപ്പോൾ അവരടുത്തൊക്കെ സംസാരിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കും കുറേ നേരം ഞങ്ങൾ. ഓടി പിടിച്ചോ ലാസ്റ്റ്? ടയേർഡായി. നമ്മളെ ജനറൽ സ്റ്റോർ ആരെ കൂടി എനിക്ക് ഭയങ്കര ചിലവാണ്. അവരെന്ത് വാങ്ങിച്ച് കഴിച്ചാലും നമുക്കൊരു കൊതി വരും കഴിക്കും. എനിക്ക് കുറച്ച് കൺട്രോളേ ഉള്ളൂ. നമ്മളെ ദൈവം, എല്ലാവരുടെയും ദൈവം. ഞാൻ വേറൊരു കാര്യം പറയാനേ വിട്ടു.
അന്ന് എൻ്റെ MSM1 എക്സാമിന് ശേഷം ഞാൻ വന്നതിന് ഞങ്ങൾ കിടക്കുമായിരുന്നു, ഫുഡൊക്കെ കഴിച്ചിട്ട് ഒന്ന് വലിയ കാര്യത്തിൽ വന്ന് കിടക്കുകയായിരുന്നു. അപ്പോഴത്തേക്കും നമ്മളുടെ എന്താ പറയുന്നത് അപ്പുറത്തെ ലക്ഷ്മി കോളേജിൽ നിന്ന് കുറച്ച് ജൂനിയേഴ്സ് ഉണ്ട് ഇതുപോലെ. അപ്പോൾ അവരാണെങ്കിൽ വന്നിരുന്ന് എന്നെ കാണാൻ. ഓ അത് നല്ല ഇതായിരുന്നു. സത്യം പറഞ്ഞാൽ ഒട്ടും പ്രതീക്ഷിച്ചില്ല അവരെന്നെ കാണാൻ വരുമെന്ന്. അപ്പുറത്തെ ലക്ഷ്മിയില ഒരു കുട്ടി എന്നെ കാണാൻ വന്നില്ലേ, അത് ഞാൻ പറഞ്ഞതാണ്. അല്ലേ കുറച്ച് നേരം സംസാരിച്ചുകൊണ്ടൊക്കെ അവിടെ നിന്ന് ആന്ന് നീ പറ. അങ്ങനെയാണ് അന്ന് നല്ല ഉറക്കത്തിലായിരുന്നു സത്യം പറഞ്ഞാൽ. ഇങ്ങനെ ഉറങ്ങി ഇങ്ങനെ വന്നിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. വന്നിട്ട് എന്നൊരു 2 മണിക്കൂറായി കഴിഞ്ഞു ഉറങ്ങിയിട്ട്. അപ്പോഴാണ് അവർ വന്ന് വിളിച്ചത്. ഇങ്ങനെ അന്നെ വന്ന് പിന്നെ വിളിച്ചു നടത്തിയിട്ട് നിന്നെ കാണാൻ പിള്ളേർ വന്ന് നിൽക്കുന്നത് എന്നൊക്കെ പറഞ്ഞു. പിന്നെ ഞാൻ പിള്ളേർ എന്നെ കാണാനെന്നിങ്ങനെ ഞാൻ വിചാരിച്ചു. പിന്നെ ഞാൻ നോക്കിയപ്പോൾ ഒരു കൊച്ചിങ്ങനെ അവിടെ കൂടെ ഇങ്ങനെ നോക്കുമായിരുന്നു. നമ്മളെ ഭാഷ അറിയെങ്കിൽ മാത്രമേ എനിക്കൊരു ബുദ്ധിമുട്ടുള്ളൂ കുറേയും കൂടെ സംസാരിക്കാൻ. എനിക്കറിഞ്ഞൂടെ. അപ്പം അവർ വന്ന് കുറേ നേരം സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. പിന്നെ എൻ്റെ ഉറക്കം പോയി. പക്ഷെ അവർ വന്നത് ഭയങ്കര ഇതായിരുന്നു. ഒന്നും പ്രതീക്ഷിക്കാതെയൊക്കെ വരുമ്പം നമ്മളെ കാണാനൊക്കെ വരാമെന്നൊക്കെ പറഞ്ഞാൽ നിസ്സാര കാര്യമില്ല. ഇവരെപ്പോഴും ഇങ്ങനെ സത്യം എൻ്റെ കൈ വേഗം. അതാണ് ഞാൻ എപ്പോഴും ഇങ്ങനെ പൊക്കിയും താത്തും ഇങ്ങനെയൊക്കെ വീഡിയോ എടുക്കണം. ഈ ഫ്രഷേഴ്സ് പട്ടിക്കുകയാണ്. വേദനിക്കണല്ലേ ബാക്കിൽ ക്ലോസ്. ഇന്നത്തെ വ്ളോഗ് എന്തിനെ ബേസാണ്? അല്ല ഇത് ഞാൻ സെക്കൻഡ് ഇയർ കുറച്ച് നാളും കൊണ്ട് നമുക്ക് സെക്കൻഡ് ഇയർ ആയിട്ട് കോളേജിൽ നിൽക്കാൻ പറ്റുന്നത്. അതുകൊണ്ട് ഞാൻ എല്ലാ സെക്കൻഡ് ഇയറും വന്ന കോളേജ് ഡേയ്സിനൊന്നും ജസ്റ്റ് എല്ലാം വീഡിയോ എടുത്തത്. അത്രേ ഉള്ളൂ. അതിൻ്റെ കൂട്ടത്തിലെല്ലാം ഉണ്ട്. നാളെ മറന്നുകൂടി നമ്മൾ ഇതൊക്കെ കണ്ട കാര്യം, നിന്നെ ഇതുപോലെ കണ്ടുമുട്ടിയ കാര്യം ഞാൻ മറന്നു. അതും മറക്കും. നാളെ നീ എല്ലാം മറക്കും. ആണോ? നിനക്കെന്തായിരുന്നു അവിടെ പരിപാടി? പിള്ളേരെ പഠിപ്പിച്ചാണ്. അപ്പൊ പാട്ട് കേൾക്കാൻ പോയി. പിന്നെ ഞങ്ങളെ പാട്ടിലാണ്. അതിൻ്റെയാണ് കോസ്റ്റ്യൂം. ആ തെരുപ്പും കൂടെ ഇടണം. ഞാൻ പോട്ടെ, താഴെ ചെന്നിരിക്കാം. നമുക്ക് പോവാമോ? എനിക്കറിയത്തില്ല. ഞങ്ങളുടെ കാര്യം തന്നെ ഉറപ്പില്ല. നിനക്ക് നല്ലായിരുന്നില്ല ദിവസം? നല്ല മുളക് ബജി, പരിപ്പോട, ഏത്തക്കപ്പം. സത്യം എനിക്ക് ഇതൊന്നും കഴിക്കാൻ തോന്നല്ല. വയ്യാത്തം വായ്നോക്കികൾ പറ്റൂലല്ലോ എനിക്ക്. ആണ് ഞാൻ വീഡിയോ എടുത്ത് വെക്കാന്ന് വെച്ചു. എന്തോ വീഡിയോ എടുത്ത് അയച്ചേരേ. ടാറ്റാ. നിങ്ങളുണ്ടായിരുന്നോ കുറച്ച് മുമ്പ് പരിപാടിക്ക്? താഴെ പരിപാടിക്ക് ഉണ്ടായിരുന്നോന്ന്? എൻ്റെ പേരോ? നമുക്ക് ആ പരിപാടിക്ക് പോകാൻ പറ്റില്ല. ആഗ്രഹം ഉണ്ടായിരുന്നു പരിപാടി കാണുമെന്ന്. എന്തായാലും ഇനി റൂമിൽ പോട്ടെ. ഇനി നാളെയും കൂടെ മിക്കവാറും ക്ലാസ് ഉണ്ടാകത്തുള്ളൂ എന്നാണ് എൻ്റെ പ്രതീക്ഷ. എല്ലാവരും പ്രതീക്ഷയാണ്. അത് കഴിഞ്ഞാൽ പിന്നെ 22-ാം തീയതി വീട്ടിൽ പോകും. ഹാപ്പി ഇന്നത്തെ ദിവസം. ടാറ്റാ. We will meet again next year. एक मिनट Don't lose that key, okay? Otherwise you will stay here. ഇവിടെ എടി ഇതാരടി ഒട്ടിച്ചേ? പ്രസ്സില ഒട്ടിച്ച് വെച്ചേ. ബൈ ടാറ്റ. ഹാപ്പി ജേണി ഗൈസ്, ഹാപ്പി ജേണി.
ടാറ്റ പ്രശ്ന ഓക്കെ. ഞാൻ അവളുടെ ഇത് പിടിച്ചോണ്ട് നടക്കാം. ലേഡീസ് നമുക്ക് ഇവിടെ പിടിച്ചോണ്ട് നടക്കാം. ഈ സ്റ്റെപ്പ് പൊക്കോണ്ട് നടക്കാം. വരുന്നുണ്ട്. അല്ല ഇത് പിടിച്ചോണ്ടൊക്കെ പോവും എഴുത്തി. ഹാപ്പി ജേണി. അവർ പോകാൻ പോവാണ്. ഞങ്ങൾ 28 പോകത്തുള്ളൂ. നമുക്ക് ഇനിയും സമയമുണ്ട് ട്രിപ്പ്. അവർക്ക് ടാറ്റ. പോവാണോ? നിങ്ങളും പോവാണോ? അശ്വതി നിങ്ങളും പോവാണോ? ടാറ്റ നിഷ. ടാറ്റ ഋഷി. ടാറ്റ. ഹാപ്പി ജേണി നിഷ. ഹാപ്പി ജേണി. സെക്കൻഡ് ഇയറിലെ ലാസ്റ്റ് ക്ലാസ്സും കഴിഞ്ഞിരിക്കുന്നു. ഞങ്ങളെല്ലാമായിട്ട് റൂമിൽ വന്നു. ഇനി ഞങ്ങൾക്ക് അടുക്കണം, പറക്കണം, അങ്ങനത്തെ കൊച്ചു കൊച്ചു കാര്യങ്ങൾ. ചായ കുടിക്കാൻ പോകണം. ഇനി നാളെ ഒരു ദിവസം കൂടെ ഉണ്ട്, ഞായറാഴ്ചയാണ്. അത് കഴിഞ്ഞ് നമ്മൾ നാട്ടിൽ പോവും. ഇവർ രണ്ടുപേരും പോയി. ഇനി ഞങ്ങളും കൂടെ ഉള്ളു. സന്തോഷം. വീട്ടിൽ പോവാം ഉടനെ. അപ്പം ടാറ്റാ. നമുക്കിനി വീട്ടിലെ വിശേഷങ്ങളൊക്കെ ആ വ്ളോഗൊക്കെ കാണാം. ഞാൻ നല്ല എക്സൈറ്റഡ് ആണ് അന്നത്തെ വീഡിയോ എടുക്കാൻ. എന്നെ അശ്വതി എന്നെ നോക്കുന്ന എന്തെങ്കിലും പറയാനുണ്ടോ എനിക്ക്? അവളെന്നെ നോക്കിക്കൊണ്ടിരിക്കുന്നത് ഞാൻ വീഡിയോ എടുക്കുമ്പം. എനിക്ക് ആൾക്കാർ ഞാൻ വീഡിയോ എടുക്കുമ്പോൾ എന്നെ നോക്കിക്കൊണ്ടിരുന്ന് കഴിഞ്ഞാൽ എനിക്ക് സംസാരിക്കാനുള്ളൊരു ഇത് പോവും. ഏത് എനിക്ക് അങ്ങനത്തെ പ്രശ്നമുണ്ട്. ഞാനൊരു ചെറിയ ഇൻവെർട്ടർ ആണ് ഞാൻ പറഞ്ഞല്ലേ. അതിപ്പോൾ റൂമിൽ ഇത്രയും പരിചയമുള്ള ആൾക്കാരെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരുന്ന് കഴിഞ്ഞാൽ നമുക്ക് ഒരുമാതിരി എനിക്ക് സംസാരിക്കാൻ ഒരു ഇത് കിട്ടൂല. അപ്പോൾ അത്രയൊക്കെ. ഞാൻ ഒരു കാര്യം പറയുന്നത്, ഞങ്ങൾ ഇന്ന് ക്ലാസ്സിൽ ചെന്നപ്പോൾ ലേറ്റായിട്ടാണ് ചെന്നത്. ഞങ്ങൾ ഉറങ്ങിയപ്പോൾ ഞങ്ങളുടെ അലാറം കേട്ടില്ലായിരുന്നു. അതുകൊണ്ട് ഞാൻ രാവിലെ ഒന്നും വ്ലോഗ് എടുക്കാൻ പറ്റിയില്ല. പെട്ടെന്ന് റെഡിയായി പല്ലൊക്കെ തേച്ച് പെട്ടെന്ന് എല്ലാ കാര്യങ്ങളും ചെയ്ത് നേരെ ഇറങ്ങി ഓടി. ഇല്ലേ, അതൊക്കെ ഒരു ദിവസം തന്നെ. 10:10 ക്ലാസ്സിൽ എത്തിയപ്പോൾ 10. കാരണം എണീറ്റപ്പോൾ 10 മണി. എന്തായാലും ഒരു വല്ലാത്തൊരു ദിവസമായിരുന്നു ഇന്ന്. ആരെയും കണിയുണ്ട്. അയ്യോ, കണി കാണുന്നതിൽ ഇതുമായിട്ട് ഇല്ലായിരുന്നു. ശരിയാ. ഇവിടെ ഇവളുമാർ ഹിന്ദിക്കാരുണ്ടായിരുന്നപ്പോൾ അതിൽ ഒരാൾ നമ്മളെ വിളിച്ചോണ്ട്. അപ്പോൾ നമ്മൾ കിടന്നുറങ്ങുന്ന കണ്ട ഒരു സമയമാകുമ്പോൾ നമ്മൾ എണീറ്റില്ലെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ വിളിക്കും. സാധാരണ അലാറം കേട്ട് അശ്വതിക്ക് അറ്റ്ലീസ്റ്റ് എനിക്ക്, പക്ഷെ ഇപ്രാവശ്യം അലാറം കേട്ടില്ല ഞങ്ങളാരും. ഞങ്ങൾ അറിഞ്ഞില്ല. ഞാൻ കുറേ തവണ കണ്ണും തുറന്നു അങ്ങോട്ടേക്ക് തിരിച്ചും പറഞ്ഞ് കിടന്നു. എന്നിട്ട് പോലും എൻ്റെ മൈൻഡിൽ സമയം നോക്കാം എന്നുള്ളതൊന്നും വന്നില്ല. അന്ന് സുഖമായിട്ടെങ്കിൽ ഞാൻ കിടന്നുറങ്ങി. അവസാനം രാവിലെ 10 മണിയായപ്പോൾ ഞങ്ങൾ ഓടി ഇറങ്ങി. ഞാൻ എക്സ്പ്ലനേഷൻ ലെറ്റർ നീനാണല്ലോ ലേറ്റായിട്ട് ക്ലാസ്സിൽ ചെന്ന് അത് എഴുതിയിട്ട് ഞങ്ങൾ പിന്നെ ക്ലാസ്സിൽ പോയി. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ ഇത് ലാസ്റ്റ്. ചിലപ്പോൾ ഞാൻ ചായ കുടിക്കാൻ നേരത്തെ വീഡിയോ എടുക്കുമെന്ന് അറിഞ്ഞൂടാ. തെറ്റായില്ല. അത്രയൊക്കെ.